ആ ഇന്റർവ്യൂവറിന്റെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഫെയിൽ ആയവർക്കേ അത് മനസ്സിലാവും. മേ ബി എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, ഇല്ല. ഇന്റർവ്യൂ കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു നമ്മൾ ഒരിക്കലും അവന് പേഷ്യന്റിനെ കൊണ്ടില്ല, പേഷ്യന്റ് ഇല്ല നമ്മുടെ ഉത്തരത്തില്. പിന്നെ നമ്മൾക്കൊരു വിചാരമുണ്ട് അവരെന്തെങ്കിലും വിചാരിക്കുവോ, ഒന്നോടെ എന്തെങ്കിലും ചോദിച്ചാൽ കുഴപ്പമുണ്ടോ, നമ്മൾ ഒരിക്കലും മലയാളികൾ അങ്ങനെ എടുത്ത് ചോദിക്കില്ല. അതൊരു ഭയങ്കര പ്ലസ് ആണ് സാറേ. അത് അവർക്ക് ഭയങ്കര, അത് പറയുമ്പോൾ തന്നെ പിന്നെ ക്വസ്റ്റ്യനുകൾ കുറയുവാണ് നമ്മളുടെ അടുത്ത്. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പ് കോമ്പിറ്റൻസി ഉണ്ടാവും. HSCയുടെ ഇന്റർ എസ്കലേഷൻ പോളിസി ഞാൻ എൻ്റെ സീനിയർ ലെവലിലേക്ക് ഞാൻ എസ്കലേറ്റ് ചെയ്യുമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ ഒരു വാക്ക് തന്നെ പിന്നെ സാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അത് റീസ്റ്റേറ്റ് ചെയ്താൽ ഒന്നും കൂടെ ബെറ്ററാണ്. അതായത് എങ്ങനെ ഇന്റർവ്യൂവറിനോട് സംസാരിക്കുന്നത് പോലെ തന്നെ നമ്മൾ സാറെ പോലെ ചോദിക്കുന്നു, നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ശരിക്കും അതിനു മുമ്പ് നമ്മൾ എന്താ വിചാരിക്കണത്, നമ്മൾ പറയണ പെർഫെക്റ്റ് ഓക്കെ കഴിഞ്ഞു. സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. ആ പോയിന്റുകൾ തന്നെ പറഞ്ഞപ്പോൾ തന്നെ അത് ശരി. ഹായ് ശ്രീജ. അപ്പൊ ആദ്യമേ തന്നെ വലിയൊരു കൺഗ്രാചുലേഷൻസ് കേട്ടോ. ശ്രീജയെ പോലെ തന്നെ അത്രയും എക്സൈറ്റഡ് ആണ് ഞാനും. കാര്യം അയർലൻഡിന്റെ ഇന്റർവ്യൂ ശ്രീജ ഫസ്റ്റ് ആ മോക്ക് സെഷൻ വന്നിരുന്നതും അല്ലെങ്കിൽ ആ സമയത്ത് മോക്ക് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ശ്രീജ അടുത്ത്, ശ്രീജ നമുക്ക് ഉറപ്പായിട്ടും ഇതേപോലെ നമുക്ക് ഫീഡ്ബാക്ക് സെഷൻ വീണ്ടും കണ്ടു. സന്തോഷാണ് സാറേ, ഭയങ്കര സന്തോഷാണ്. കിട്ടിയ സന്തോഷം ഭയങ്കര നന്നായിട്ടുണ്ട്. ശ്രീജ ഇപ്പൊ കറന്റ് ഒമാനിലാണ് അല്ലെ? ഒമാനാണ്. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ശ്രീജയ്ക്ക് എന്ത് തോന്നി? ശ്രീജയ്ക്ക് ഒരു കോൺഫിഡൻസ് മേ ബി എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, ഇല്ല? ഇന്റർവ്യൂ കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഹസ്ബൻഡിനെ വിളിച്ചപ്പോ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഈ ഇന്റർവ്യൂ കിട്ടൂന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാനാണല്ലോ, കാര്യം ഇതിനു മുമ്പത്തെ ഇതുപോലെ ഇവര് ചിരിച്ചൊക്കെ ഇരുന്നത്. ഭയങ്കര ചിരിയൊക്കെയാ. നമുക്ക് കിട്ടി. ഇല്ല ഈ പ്രാവശ്യം കിട്ടും. നീ ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ട് എന്നെ വിളിക്കുമ്പോ ഇതുപോലെ ഒരു എന്താ പറയാ, ഇതുപോലെ ഇത്രയും കോൺഫിഡൻസ് നിനക്ക് ഉണ്ടായില്ല എന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ 5:30 ആയപ്പോഴത്തേക്കും വന്നു സാറേ. അതിന്റെ എന്താ പറയണത്, ഇപ്പോഴും എനിക്കത് ഓർമ്മ. 5:30 വന്നു, സക്സസ്ഫുൾ എന്ന് കണ്ടു, ഓഫർ ലെറ്റർ വന്നേക്കുവാണ്. വിത്ത് ഓഫർ ലെറ്റർ ആണ് അത് വന്നേക്കുന്നത്. ഭയങ്കര സന്തോഷമായി. എന്താ പറയണേ, ഭയങ്കര ഒരു മൊമെന്റ് ആണല്ലോ. ഇപ്പൊ ഞാൻ തന്നെ എനിക്കിത് ശ്രീജയോട് സംസാരിക്കുമ്പോൾ തന്നെയും ശ്രീജ അന്ന് അയച്ച ഓഡിയോ മെസ്സേജിൽ എനിക്കൊന്ന് ശ്രീജയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ആ ഓഡിയോ മെസ്സേജിനകത്ത് ശ്രീജ ലൈക്ക് സാർ വിളിക്കുന്നുണ്ട്, ബാക്കി ഒന്നും വരുന്നില്ല ഓഡിയോ മെസ്സേജിനകത്ത്. അപ്പൊ എനിക്ക് മനസ്സിലായി ലൈക്ക് കിട്ടി, ഇന്റർവ്യൂ എന്തായാലും കിട്ടി. അപ്പൊ ആ ഒരു മൊമെന്റ് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ അന്നും നമ്മളെ മോക്ക് കിടത്തുന്ന സമയത്ത് പറഞ്ഞു, ഇതുപോലെ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ് എനിക്ക് എത്രത്തോളം അതിന് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും ഞാനും അത് ഹാർഡ് വർക്ക് ചെയ്യും. ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി. ഇപ്പൊ ഇതുപോലെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല ഇപ്പൊ എന്തായാലും, ഇല്ലേ? അപ്പൊ ശ്രീജ ഹാപ്പിയാണ്, ഫാമിലി ഹാപ്പിയാണ്. അപ്പം ആ ഒരു ലൈക്ക് എന്താ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഒന്ന്, അല്ലെ? അപ്പം അതില് നമുക്ക് മെമൻസിക്കും അല്ലെങ്കിൽ എനിക്കും പാർട്ടാവാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ബ്ലെസ്സിങ് ആണ് സത്യം പറഞ്ഞാൽ. അല്ല അത് ഒരു നിമിത്തം, അത്രേ ഉള്ളൂ സംഭവം. പ്ലസ് ഞാൻ പറഞ്ഞു പ്രാർത്ഥന നമ്മുടെ ഞാൻ കയറിയില്ലെങ്കിൽ ഉണ്ടായിരുന്നു സാറേ. ഞാനിപ്പോ ഈ മൂന്നാമത്തതും എന്റെ കയ്യിൽ നിന്ന് തന്നെ ഇട്ട് പോവാനാണെങ്കിൽ ചിലപ്പോ ഇതും പോയേനെ. അങ്ങനെ പോയി നമുക്ക് മുന്നോട്ട് അവസരങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇത് കറക്റ്റ് 12 മാസത്തിനുള്ളിൽ നമ്മൾ അവിടെ ചെല്ലണം. എന്തൊക്കെ പറഞ്ഞാലും അപ്പൊ നമ്മൾ ഇനി ഒരു ഇന്റർവ്യൂ വിട്ട് കളയാൻ എനിക്ക് എന്തായാലും, കാരണം 2 എണ്ണം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ സീരിയസ്നെസ് വന്നു. ആദ്യമൊക്കെ നമ്മൾ കൂളായിട്ട് അറ്റൻഡ് ചെയ്യും, അത്രയും പ്രിപ്പയർഡ് അല്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് പോവാന്ന് പറഞ്ഞപ്പോ ഇത് വിചാരണവരെ അത്ര ഈസി അല്ല. ആളുകൾ വിചാരണല്ലോ, ശരിക്കും നമ്മൾ പിള്ളേരെ ഇടിയാലൊക്കെ കിട്ടണവരെ ഭയങ്കര ഹാപ്പി. ഇന്റർവ്യൂ ഒക്കെ നമ്മൾ ഇതിനു മുമ്പൊക്കെ ഇന്റർവ്യൂ എത്ര കണ്ടേക്കുന്നതാ എന്നുള്ള മട്ടില ഈ അറ്റൻഡ് ചെയ്യുന്നത് എല്ലാം. അത് കഴിഞ്ഞ് വൈകിട്ട് അൺഫോർച്ചുനേറ്റ്ലി അതെ സത്യം അത് 2 പ്രാവശ്യം കണ്ടതോടുകൂടി എനിക്ക് പിന്നെ നമുക്ക് സമാധാനം ഇല്ല. ഇത് എവിടെയോ എന്തോ പ്രശ്നമുണ്ടല്ലോ. പക്ഷെ ഞാൻ സാറിന്റെ നേരത്തെ UK കാണുമായിരുന്നു. പക്ഷെ UK കാര്യങ്ങള് കേൾക്കുന്നോണ്ട് എനിക്ക് അയർലൻഡ് ഉണ്ടോന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ശ്രീജയ്ക്ക് അവരുടെ ക്വസ്റ്റ്യൻസ് കേട്ടപ്പോൾ ശ്രീജയ്ക്ക് എന്ത് തോന്നി? ഓരോന്ന് തുടങ്ങിയപ്പോ ശ്രീജയ്ക്ക് എല്ലാം പഠിച്ചത് ഓർത്ത് പറയാനും അല്ലെങ്കിൽ ആ ഒരു സന്തോഷം തോന്നി? ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മള് സത്യം പറയാലോ സാറേ, കോൺഫ്ലിക്റ്റ് വന്നത്, പിന്നെ നേഴ്സിംഗ് ഓഡിറ്റ്, പിന്നെ സർജിക്കൽ കൗണ്ട് മിസ്സിങ് ആയ, പിന്നെ ഇൻഫെക്റ്റഡ് കേസ് നമ്മൾ OT-യിൽ എടുക്കുമ്പോ എന്തൊക്കെയാണ് അതിന്റെ പ്രോട്ടോകോളുകള്, അങ്ങനെയുള്ള, അതായത് നമ്മൾ ഒരുവിധം ഡിസ്കസ് ചെയ്ത് പോയ ക്വസ്റ്റ്യനുകൾ ഏകദേശം വന്നു എന്ന് എനിക്ക് തോന്നുവാണ്. സാർ ഓർക്കണ്ടോ കോൺഫ്ലിക്റ്റിന്റെ കാര്യം പറഞ്ഞ വേറെ ഒരു കുട്ടി കോൺഫ്ലിക്റ്റ് ഓർക്കുന്നുണ്ടോ? അപ്പൊ കോൺഫ്ലിക്റ്റ് എന്ന് ചോദിച്ചപ്പോ ഞങ്ങളുടെ ഫ്രണ്ട്ലി മാനർ ആണ് ഞങ്ങൾ. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാൻഡിഡേറ്റിന്റെ കാര്യം അല്ലെ, ഒരു ഞാൻ എക്സാമ്പിൾ പറയാനുള്ള റീസൺ എന്ന് വെച്ചാല്, കാര്യം ആ കാൻഡിഡേറ്റ് ഞാൻ അതിന് മുന്നേ പഠിപ്പിച്ച കാൻഡിഡേറ്റ് ഇതേപോലെ ഇന്റർവ്യൂവിന് ഫെയിൽ ആയി. കാര്യം ആ കാൻഡിഡേറ്റ് ഈ കോൺഫ്ലിക്റ്റിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ കാൻഡിഡേറ്റ് വിചാരിച്ചെന്താ, ഓക്കെ ഞാൻ ഇനി തർക്കമുള്ള ഒരു സ്ഥലത്ത് നിന്ന് വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് തോന്നും? അപ്പം അത്രയാണ് നമ്മുടെ ഒരു അറിവ് എന്ന് പറയുന്നത്, മനസ്സിലായോ?
അപ്പൊ അതുകൊണ്ട് ആ കുട്ടിക്ക് എന്താ പറയേണ്ടത്, എനിക്കത് സാറത് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഓർത്തിരിക്കുന്നു, അങ്ങനെ വരെ നമ്മള് എന്താ നമ്മൾ അത്രയും ചിന്തിക്കുന്ന, ഒരുപക്ഷെ നമുക്ക് കോൺഫ്ലിക്റ്റിനെ പറഞ്ഞു ഫലിപ്പിക്കാൻ അറിയാൻ പാടില്ലെങ്കിലും വേണ്ടല്ല, പക്ഷെ അതെന്താന്ന് പോലും ആ കൊച്ചിന് അത്രയും മനസ്സിലായില്ല. അതെ എന്താ അത് നമുക്ക് ഭയങ്കര വിഷമമായി. അതൊക്കെ സാറത് പറഞ്ഞു. അപ്പൊ അതേപോലെ ഇന്റർവ്യൂ തുടങ്ങിയപ്പോ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, നീ നിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നീ പറയുക. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെച്ചതായിരുന്നു. അതിനകത്ത് പിന്നെ ഇച്ചിരി അവിടെ ഇവിടെ ഒക്കെ ആഡ് ചെയ്യാനോ മാത്രമായിട്ടുണ്ട്. അതെല്ലാം ഞാൻ add ചെയ്തു. അതെ, അതൊക്കെ അപ്പൊ വലിയൊരു അത് ഭാഗ്യമാണ് ശ്രീജ. നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസ്, മനസ്സിലായി. അല്ലെങ്കിൽ ഒരുപോലത്തെ ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻ അതുപോലെ വരും ഞാൻ ഒരിടത്തും പറയാറില്ല. പക്ഷെ അത് പാരാഫ്രൈസ് ചെയ്ത് വരാം പല രീതിയിൽ ചോദിക്കുമ്പോൾ. പക്ഷെ അതിന്റെ ബാക്കപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം എന്തായാലും. അപ്പൊ അത് അതുപോലെ പറഞ്ഞു ശ്രീജ. അതുപോലെ തന്നെ സാറേ, ഈ സർജിക്കൽ കൗണ്ട് മിസ്സിങ് എന്റെ ആ മുമ്പത്തെ 2 ഇന്റർവ്യൂവിൽ അവർ ചോദിച്ചതാ. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ ഡെയിലി ചെയ്യുന്നതാണ് കൗണ്ട് അതെ നമ്മള്. പക്ഷേ ഞാൻ ആ 2 ഇന്റർവ്യൂവില് ഞാൻ എന്താ കൗണ്ട് ചെയ്യും, എക്സ്റേ വരെ എടുക്കും, അകത്ത് റീറ്റെയിൻഡ് ഒന്നും ഇല്ല, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അതെ ഇങ്ങനെ നിൽക്കും. പിന്നെ ഇനി അടുത്ത ക്വസ്റ്റിന് വരട്ടെ എന്നുള്ള പറ്റില്ല. ആ അത് ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ആദ്യം പോയി കമ്പ്യൂട്ടറിൽ ആദ്യം പോയി എഴുതുന്നത്, അയ്യോ ഇങ്ങനെ എഴുതി സർജനോട് പറഞ്ഞു, അവരോട് പറഞ്ഞു, എല്ലാം അക്നോളജ് ഒക്കെ എഴുതി വെക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഡോക്യുമെന്റേഷൻ വന്നു, ഇൻസിഡന്റ് റിപ്പോർട്ട് വന്നു, അതെ പോസ്റ്റ് ഓപ്പ് ഡീബ്രീഫ് വന്നു. എല്ലാം അത് ഉണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോ തന്നെ അവിടെ ആ 3 കാര്യം അത് ഞാൻ പർപ്പസ്ലി ഓർത്തിരുന്നു. കാരണം ഇത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ലാസ്റ്റ് എനിക്ക് എൻഡിങ് ഓക്കെ ആക്കണം, അല്ലെങ്കിൽ ഇത് കിട്ടൂല. കാര്യം ആ എന്താ പറഞ്ഞ ആൻസർ പെർഫെക്റ്റ് അല്ല, അതെ പകുതി ആയുള്ളൂ. അതെ അത് ചെയ്യാൻ അത് ബാക്കി എന്ത് ചെയ്യുന്നു, നമ്മളൊരു തിയേറ്റർ നേഴ്സ് എന്ന നിലയിൽ ബാക്കി എന്ത് ചെയ്തു എന്നാണ് അവർക്ക് അറിയേണ്ടത്. കൗണ്ട് കാണാത്ത പുതിയ സംഭവം അല്ലല്ലോ. അതെ അതിനകത്ത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ള മട്ടിലാണ് അവരുടെ ക്വസ്റ്റ്യൻ വരുന്നത്. എക്സാക്ട്ലി. അപ്പൊ അതിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇതിന് മുമ്പ് ചോദിച്ചത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ല. ഒന്നില് പഴച്ചാല് അല്ലെങ്കിൽ രണ്ടില് പഴച്ചാല് മൂന്നാമത്തേല് നമുക്കിപ്പോ കിട്ടി എന്തായാലും ഇല്ലേ. ഇതിലിപ്പോ ശ്രീജ കോൺഫിഡന്റ് ആയിട്ട് ശ്രീജയ്ക്ക് ആൻസർ പറയാൻ പറ്റിയല്ലോ, നമുക്ക് വേറെ ഒന്നിലോട്ട് പോകേണ്ടി വന്നില്ല. ഇപ്പൊ എന്റെയും സന്തോഷം എന്ന് പറയുന്നത് ശ്രീജ, ഇപ്പൊ നിങ്ങൾ അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു, ശ്രീജ ഹാർഡ് വർക്ക് ചെയ്തു, ഞാൻ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് ശ്രീജയ്ക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പൊ നമ്മളൊരു കാര്യം ഇത് അത്ര എളുപ്പമല്ല. നമുക്കൊരു ഇപ്പൊ എന്താ പറയണ, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ എന്താ ആ ഒരു രീതിയിൽ നമ്മൾ ഡെയിലി നമ്മൾക്ക് അന്ന് ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, വർക്ക് ചെയ്യണ ഒരു പ്രശ്നമില്ല, അതെ വർക്ക് ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ചെയ്യുന്നില്ല എഴുതുന്നു എല്ലാം ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ മൾട്ടി ടാസ്കിങ് ഒക്കെ ഡെയിലി നമ്മൾ എല്ലാം ഉണ്ട്. ചെയ്യുന്നതാണ്. പക്ഷെ ഒരാൾ ചോദിച്ചാ പറയാൻ നമ്മൾ പറയില്ല. നമ്മൾ പറഞ്ഞു ഫലിപ്പിക്കാൻ നമുക്ക് എത്രത്തോളം നമ്മൾ ഓക്കെ ആവുന്നു, അവിടെ ഇന്റർവ്യൂ സക്സസ് ആയിരിക്കും. അതെ അത്രേ ഉള്ളൂ. അതിന് നമുക്ക് അത് നമുക്ക് ആരുടെയും ഒരു ഹെൽപ്പും കൂടെ വേണം സാർ. നമ്മൾ തന്നെ നമുക്ക് അങ്ങനെ ഇതുപോലെ ഒരു സെഷൻ എടുക്കാതെ ഒന്നും നമുക്ക് അത് കിട്ടില്ല. അത് കിട്ടാൻ ഇച്ചിരി പാടാ, ഈ പറഞ്ഞ പോലെ. ഒരു അയർലൻഡ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ശ്രീജ എങ്ങനെ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പൊ മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുന്നവരാവട്ടെ, ശ്രീജയുടെ കൂടെ ഉള്ളവരാവട്ടെ, മൈൻഡ് ചേഞ്ച് ആവും സാറേ, ശരിക്കും ചേഞ്ച് ആവും. നമ്മളൊരു കാര്യം ഇപ്പൊ പറയും, നമ്മൾ വഴി പറയുമ്പോ ഈ പിള്ളേർക്ക് പെട്ടെന്ന് നമ്മൾ ഈ പഠിപ്പിക്കുന്ന ആൾക്കാർ പറയുമ്പോ അത്ര നമ്മൾ മൈൻഡ് കിട്ടില്ല, ഇല്ല നമുക്ക്. ഒരിക്കലും ഇല്ല. അതെ ഉറപ്പായിട്ടും 100% കാര്യം. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളത്ര. അതേസമയം അതെ അവർക്ക് കിട്ടിയത് അവർ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് പെട്ടെന്ന് കത്തും. അതെ അങ്ങനെയാണല്ലോ നമ്മുടെ മലയാളികളുടെ ഒരു പിന്നെ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഞാൻ മാത്രമല്ല, MNC മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു സെഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരിടത്തും ഇല്ല. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ആർക്കും കൂടുതൽ അറിയില്ല സംഭവം ഒന്ന്. ഓക്കെ, അപ്പൊ ഇങ്ങനെ അയർലൻഡിന്റെ ഇന്റർവ്യൂ കിട്ടുന്ന ആൾക്കാർ തന്നെ വളരെ ചുരുക്കമാണ്, അതായത് ഷോർട്ട് ലിസ്റ്റഡ് ആവുന്നത്. അപ്പൊ ഈ കുട്ടികളൊന്ന് അറിഞ്ഞാലേ ഇവർക്ക് ഇന്റർവ്യൂ കിട്ടാനുള്ള വഴികൾ ഇതൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടുള്ളൂ മൊത്തത്തിൽ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ യൂട്യൂബിലുള്ള സെഷൻസ് അവർക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഈ ശ്രീജ പറയുന്ന നിങ്ങളുടെ ഒരു പാത്ത് വേ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻസ്പിറേഷണൽ ജേർണി എന്താണെന്ന് അവർക്ക് അറിയാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് ശ്രീജയുടെ ഈ വാക്കുകൾ ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആയാൽ നമുക്ക് അത്രയും മതി. അതിൽ സന്തോഷം. ശ്രീജയ്ക്ക് ഇപ്പൊ ശരിക്കും ഇത്രയും ഇനഫ് ആയിരുന്നില്ല സംഭവം, അതായത് ആ ഒരു സെഷൻ, വീഡിയോ സെഷൻ, അയർലൻഡിന്റെ വീഡിയോ സെഷൻ, മെറ്റീരിയൽ മോക്ക്, ഇത്രയും പോരെ, ധാരാളം അല്ലായിരുന്നു എന്തായാലും. ഇതൊന്നും നേരത്തെ എനിക്ക് കേറാൻ പറ്റിയില്ലോ എന്നൊരു വിഷമമുണ്ട്. അത് കുഴപ്പമില്ല. ഓരോന്നിനും എല്ലാരും പറയും, ഓരോന്നിനും ഒരു അതിന്റെ സമയം സമയമുണ്ട് ദാസ എന്ന് പറയും പോലെ ആ സമയത്തിന് നമ്മൾ എത്തുള്ളൂ അല്ലെ കാര്യങ്ങളൊക്കെ എന്തായാലും. അപ്പം ഇപ്പൊ ശ്രീജ എല്ലാവരും ഞാൻ പറഞ്ഞു, ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ നമ്മളിത് ജോയിൻ ചെയ്യുന്ന ഒരു മിക്കവാറും ഒരു ഒന്നാമത്തെ രണ്ടാമത്തെ തവണ ഫെയിൽ ആയതിനു ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മളെ പറ്റി അറിയുന്നത്. കാര്യം കൂടുതലും ഓറൽ പബ്ലിസിറ്റി ആണ്. എല്ലാവരും ജയിച്ചറിയുന്നു. ഇപ്പം ശ്രീജ പോലെ അല്ലെങ്കിൽ ശ്രീജയുടെ ഫ്രണ്ട്സ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അറിയുന്നു, വർക്കിലുള്ളവർ, അങ്ങനെയാണ് കൂടുതൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോ സെഷൻസ്, കാര്യം ഞാൻ തന്നെയല്ലേ ഇത് എടുക്കേണ്ടേ എന്തായാലും. അപ്പം അതിനിടയിൽ എനിക്ക് സമയം കണ്ടെത്തി ചെയ്യാനും സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ വരുന്ന ആൾക്കാരെ മാത്രമാണ് കൂടുതലും എടുത്തു പോകുന്നത് എന്തായാലും. ഓക്കെ, അതുകൊണ്ട് അല്ലാതെ ബാക്കിയുള്ള മാക്സിമം ആൾക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റിലുള്ള റെക്കോർഡ് സെഷൻസ് കാര്യങ്ങളും കാണാം.
പറ്റുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഞാൻ മോക്ക് സെഷൻസ് കൊടുക്കുന്നത് എന്തായാലും. ഓക്കെ, അപ്പൊ അതില് അതാണ് ഒക്കെ സാർ ഒത്തിരി സഫർ ചെയ്തു വന്ന് എനിക്ക് ഏതോ ഒരു കുട്ടിയുടെ മാറ്റിയിട്ട് എന്തോ ആണ് എനിക്ക് ഷെഡ്യൂൾ അതെ, ചെയ്തത്. കാരണം ഞാൻ പെട്ടെന്ന് പറയുക ചെയ്ത് ഇതുപോലെ നാളെ 2 ദിവസം ഉള്ളൂ, അങ്ങനെ പെട്ടെന്ന് എനിക്ക് കിട്ടുക ചെയ്തത്. ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചേ ഇല്ല, കാരണം അത്രയും എനിക്കും ഡ്യൂട്ടി സമയത്ത് നമുക്കൊന്നും അവിടുന്ന് വിട്ടു നിൽക്കാനും ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് പറഞ്ഞപ്പോഴേ. ഇതിനകത്ത് ശ്രീജ ഒന്ന് ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ സെഷനകത്ത് ശ്രീജ വന്നു കഴിഞ്ഞപ്പോഴാണ് ശ്രീജയ്ക്ക് മനസ്സിലായത് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഇതിനു മുന്നേ ഇങ്ങനെ ഒരു കോഴ്സോ കാര്യങ്ങളെ പറ്റി ശ്രീജയ്ക്ക് അറിയില്ല. ഓക്കെ, അല്ലെങ്കിൽ ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ ആകെ ഒരു സ്ഥലത്തും കേട്ടിട്ടില്ല. ആകെ നീതൂസിൽ പഠിച്ചു, അവിടെ നിന്ന് ഒയിറ്റി 3-മത്തെ പ്രാവശ്യം ഒയിറ്റി കിട്ടുന്നത്. 2 പ്രാവശ്യവും 1 മാർക്കിന് റീഡിങ് പോയി, അങ്ങനെയായിരുന്നു. ബാക്കിയെല്ലാം ബി ഉണ്ടായിരുന്നു. ആ, പിന്നെ നിർത്തി. പിന്നെ അങ്ങനെ ആ ഒരു 3-മത്തെ ലാസ്റ്റ് ഇനി എഴുതണില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് 3-മത്തെ കിട്ടിയത്. അതെ, അങ്ങനെ കിട്ടി. പിന്നെ ഞാൻ ഒന്നുമില്ല, പിന്നെ അപ്പൊ തന്നെ ഡി എല്ലിന്റെ പുറകെ പോയി. ഡി എൽ പെട്ടെന്ന് തന്നെ ഡി എൽ കിട്ടി. 1-1.5 മാസം കൊണ്ട് ഡി എൽ കിട്ടി. ഡി എൽ കിട്ടി പെട്ടെന്ന് വരുന്ന ഇന്റർവ്യൂ വരുന്നു. അപ്പൊ നമ്മൾ ഇത്ര ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നത്, എല്ലാം ഓക്കെ ദേ കിടക്കുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ പോയി അല്ലേ എല്ലാം. അതാണ് എല്ലാവരുടെയും പ്രതീക്ഷ. കിട്ടിക്കഴിഞ്ഞാൽ ഡി എൽ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ കയ്യിലെല്ലാം ആയി എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതാണ് സംഭവം ഏറ്റവും വലുതായിട്ട്. എല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒയിറ്റിയുടെ സമയത്ത് ഇച്ചിരി സ്ട്രഗിൾ ചെയ്തു എന്നല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോയി. ഡി എല്ലൊക്കെ ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഡി എല്ലൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ നമ്മുടെ വിചാരം ഇത്രയൊക്കെ ഓക്കെ ആയല്ലോ, ഇനിയിപ്പോ ഇന്റർവ്യൂ കൂളായിട്ട് കിട്ടും എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ കയ്യിൽ നിന്ന് പോയപ്പോഴാണ് ഞാൻ നമ്മുടെ ഈസി ആയിരുന്നു ശ്രീജ. എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷം മുന്നുള്ള കാര്യം ഞാൻ പറയണേ, നല്ല ഈസി ആയിരുന്നു ഇന്റർവ്യൂസ്. കാര്യം ആൾക്കാർ ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചാൽ വളരെ ചുരുക്കമാണ് ഇന്റർവ്യൂസ് നടക്കുന്നത്. അപ്പൊ കോമ്പറ്റീഷൻ, കോമ്പറ്റീഷൻ. ഭയങ്കര കോമ്പറ്റീഷൻ. അപ്പൊ അത്രയും പെർഫെക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പറയുന്ന ആൾക്കാരെ മാത്രം അവർക്ക് മതി. ഓക്കെ, അപ്പം ശ്രീജ നേരത്തെ ഇപ്പൊ പറഞ്ഞല്ലോ 1-മത്തെ 2-മത്തെ ഇന്റർവ്യൂ ചെയ്തല്ലോ. ഇതൊരു 2-3 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ മിക്കവാറും ചിലപ്പോൾ ശ്രീജയ്ക്ക് കിട്ടിപ്പോയാനായിരുന്നു. കിട്ടിപ്പോയില്ല. അതേസമയം ഇപ്പോ ഈ പഠിക്കുന്ന ഈ ഒരു എഫേർട്ടും ഹാർഡ് വർക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ചാൻസസ് എന്ന് എനിക്ക് പറയുന്നത് പറ്റുന്ന ചുമ്മാ സിമ്പിൾ ആയിട്ട് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതിലും അറ്റൻഡ് ചെയ്യാതിരിക്കാം. നമുക്ക് ഫെയിൽ ആവും ഉറപ്പാണ്. എന്തായാലും നമുക്ക് നന്നായി, കാരണം നമുക്ക് എവിടെയാ ഒരു പടി, എല്ലാവരും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അവര് എല്ലാവരും നോക്കിയിട്ട് ആരാണ് ഒരു പടി ഇച്ചിരി വാക്കുകൾ വൈസ് ആണെങ്കിലും എന്താണെങ്കിലും ആരാണ് ഇച്ചിരി ഒന്നൊരു പടിക്ക് മുന്നേ നിൽക്കണേ അവർ സെലക്ട് ചെയ്യുള്ളൂ. പറ്റുള്ളൂ. അതിന് ഒരു സംശയമില്ല. അപ്പം എത്ര നാൾക്ക് ശേഷമാണ് ഈ ഒരു ഇന്റർവ്യൂ വരുന്നത് ഈ അയർലൻഡ് കാര്യം? ഇപ്പൊ ശ്രീജയ്ക്ക് അറിയാം, ഒരുപാട് ശ്രീജയുടെ ഫ്രണ്ട്സ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ആവട്ടെ ഒരുപാട് പേരാണ് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണേ. ഓക്കെ, അപ്പം അയർലൻഡിന്റെ ആണെങ്കിലും യു കെയുടെ ആണെങ്കിലും. അപ്പൊ അതിനിടയിലാണ് ഇപ്പം ഈ റീസെന്റ് ആയിട്ട് അയർലൻഡിൽ കുറെ ഇന്റർവ്യൂസ് വരാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ശ്രീജയുടെ ആ ഒരു സിറ്റുവേഷൻ, ഇപ്പൊ ഒമാനിൽ ഇത്രയും നാളുകളായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് വന്നു, എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? ഇന്റർവ്യൂലോട്ട് എത്തിയ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? ഇതെന്റെ 3-മത്തെ ഇന്റർവ്യൂ ആണ് സാറേ. മൂന്നാമത്തെ. രണ്ടെണ്ണം ഇതിന് ആ, ഓക്കെ, 3-മത്തെയാണ്. 2 ഇതിനു മുമ്പ് കിട്ടിയായിരുന്നു. പ്രൈവറ്റിലായിരുന്നു. അത് 2 എനിക്ക് കിട്ടിയില്ലായിരുന്നു. കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പൊ ഡി എൽ കിട്ടിയിട്ട് ഇത് 7-മത്തെ മാസമാണ്. ഡി എൽ കിട്ടിയിട്ട് പക്ഷെ 7-മത്തെ മാസമാണ്. ഓക്കെ, 7-മത്തെ മാസം. അതിനു മുന്നേ 2nd മന്തിലും 4th മന്തിലും എനിക്ക് ഇന്റർവ്യൂ കിട്ടിയായിരുന്നു. ഇന്റർവ്യൂവിൽ ഷോർട്ട് ലിസ്റ്റഡ് ആവുമായിരുന്നു, പക്ഷെ എനിക്ക് പാസ്സാവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല. ഓക്കെ, അന്ന് എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് കിട്ടിയായിരുന്നു ശ്രീജയ്ക്ക് ആ സമയത്ത്? അതായത് അപ്പൊ ശ്രീജ നമ്മുടെ സെഷൻ ഒന്നും എടുത്തിട്ടില്ല, അതിനുശേഷമല്ലേ നമ്മുടെ ക്ലാസ്സിലോട്ട് വന്നത്? അതെ. 2 എടുത്തു കഴിഞ്ഞ് 2 ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ പ്രത്യേകിച്ച് ഫീഡ്ബാക്ക് ഒന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ എവിടെയാ പോയെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇനി 3-മതൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണതിന് മുമ്പ് എനിക്ക് തോന്നി എന്നെ കൊണ്ട് തന്നെ കൂട്ടിയാൽ കൂടില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ സാറിന്റെ യൂട്യൂബിൽ ഇത് കണ്ടിട്ടാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് വരുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് വേണമെന്ന് തോന്നി സാർ. എനിക്ക് തന്നെ എന്തോ ഞാൻ എന്തൊക്കെയോ ഉത്തരങ്ങൾ പറയുന്നുണ്ട്, എവിടെയൊക്കെ അനുഭവം പറയുന്നുണ്ട്, പക്ഷെ അതെന്തോ ഒരു ഫിനിഷിങ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരെന്താന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷെ സാറിന്റെ ഈ ക്ലാസ്സിനകത്ത് ഞാൻ ജോയിൻ ചെയ്തു. അതിനുശേഷം ഒരു മോക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെ പോരായ്മകള് പറ്റിയെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. കാര്യം നമ്മളൊരു ആൻസർ, സാർ എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഞാനൊരു ആൻസർ പറയുന്നു, അതിനങ്ങനെയല്ല അതിങ്ങനെ പറഞ്ഞ അത് കുറച്ചും കൂടെ നല്ലതാണ് എന്ന് നമുക്കിത് വെച്ചിട്ട് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ ആയിരുന്നു ഇപ്പൊ ഈ കോർക്കിലെ ഇന്റർവ്യൂ. പക്ഷെ അതിനകത്ത് നന്നായിട്ട് ശരിക്കും എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി സാറേ. ശരിക്കും ആൻസർ വലിയ കാര്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു, ഒരു എൻഡിങ് ഉണ്ടായിരുന്നു. അത് തന്നെ നമുക്കൊരു കോൺഫിഡൻസോട് കൂടി. പിന്നെ എനിക്ക് സ്പീഡ് ഇച്ചിരി കൂടുതലായിരുന്നു സംസാരിക്കുന്നത്. അതെ.
പെട്ടെന്ന് പറഞ്ഞു തീരുമായിരുന്നു, പെട്ടെന്ന് പറഞ്ഞു തീരും. അപ്പൊ എവിടെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു നിൽക്കുമെന്നല്ലാണ്ട് അതിനൊരു നമുക്ക് തന്നെ തോന്നും. പക്ഷെ നമ്മളോടൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമുക്ക് അറിയില്ല. അപ്പൊ സാറ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാൻ ആൻസർ പറയുന്നു. അപ്പൊ അത് കഴിയുമ്പോ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാന്ന് പറയുമ്പോ എനിക്കത് കത്തി. എവിടെയാണ് എനിക്ക് പറ്റിയെന്ന് മനസ്സിലായി. അതെ. ഇത് നമ്മളന്ന് ഒരുപാട് നേരം സംസാരിച്ചു ആ മോക്കിന്റെ സമയത്ത് തന്നെ അല്ലെ, കുറെ ഫീഡ്ബാക്കും സംസാരിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഓരോ ക്വസ്റ്റിനും എനിക്ക് ഫീഡ്ബാക്ക് കിട്ടി, ഓരോ ക്വസ്റ്റിനും. അതെ അതെ പിന്നെ നമുക്ക് ഇതിനു മുമ്പ് എന്ന് പറഞ്ഞ ഇന്റർവ്യൂവിൽ നമുക്ക് പലതും അത്ര അങ്ങ് മനസ്സിലാവില്ല സാർ. അവർ ചോദിക്കുന്ന അവരുടെ ആക്സന്റ് അത്ര കിട്ടില്ല. കിട്ടാറില്ല. പക്ഷെ കിട്ടാറില്ലെങ്കിലും ഞാൻ അങ്ങനെ നിൽക്കാറുണ്ടായിരുന്നു. പക്ഷെ സാറിന്റെ ആ ഒരു ടിപ്പ് എനിക്ക് കിട്ടിയത് ഭയങ്കര ഉപകാരമായ. കാര്യം പറഞ്ഞാൽ നമുക്ക് വീണ്ടും ചോദിക്കാറില്ലായിരുന്നു ഞാൻ. പാർഡൺ കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ ഫോർ മീ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല മുമ്പത്തെ 2 നമുക്ക് ഇന്റർവ്യൂവിൽ. ഈ പ്രാവശ്യം ചോദിച്ചു അല്ലെ. നമുക്ക് ടെൻഷൻ ആണല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട്. അതിന്റെ ഇടയ്ക്ക് പകുതി പറയാനുള്ളത് വിട്ടുപോകും. അങ്ങനെ വന്നു. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ പർപ്പസ്ലി അത് സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്റെ മനസ്സിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. ആ പോയിന്റുകൾ തന്നെ പറഞ്ഞപ്പോ തന്നെ അത് ശരിയായി. ശരിയായി. അവര് ഹാപ്പി ആയിരുന്നു ആൻസേഴ്സ് കേൾക്കുമ്പോ. എന്തായിരുന്നു അവരുടെ ഹാപ്പിയാണ്. അവരുടെ മുഖത്ത് നമുക്കത് മുമ്പ് അവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, 3 പാനല് ഇരുന്ന് നോക്കുന്നു, എന്തൊക്കെയോ നമുക്കാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തൊരു പരിചയമില്ലല്ലോ ഇങ്ങനത്തെയും ഇങ്ങോട്ടൊക്കെയുള്ള. ഇപ്പൊ അവർക്ക് സന്തോഷമായി ആൻസേഴ്സ് കേട്ടപ്പോ അല്ലെ. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ലൈക്ക് ഇപ്പം ഇതിലേക്ക് വരുമ്പോ മെൻസിലോട്ട് വരുന്ന സമയത്ത് ശ്രീജ ആദ്യം നമ്മുടെ റെക്കോർഡ് സെഷൻസും മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം ആണ് റെഫർ ചെയ്തത് അല്ലെ. അപ്പൊ ഇപ്പം ഒരുപാട് പേരുടെയും ലൈക്ക് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ശ്രീജ ഇതിനകത്ത് കൊടുത്തൊരു ഹാർഡ് വർക്ക് ആണ് മെയിൻ ആയിട്ട് അല്ലെ. ഇപ്പം പിള്ളേരെല്ലാരും വന്നിട്ട് തന്നെ ഞാൻ അന്ന് ശ്രീജ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്, ശ്രീജ നമ്മൾ ആ സെഷൻസ് എത്ര തവണ കാണുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും മോക്കിന് എത്രത്തോളം ഹാർഡ് വർക്ക് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് പോലെ ഇരിക്കും. ഞാനെന്നൊരാൾക്ക് നമുക്ക് കുറെ ഗൈഡൻസ് തരാൻ പറ്റും, നല്ല ഫീഡ്ബാക്സ് തരാൻ പറ്റും. പക്ഷെ എത്രത്തോളം നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് വരുന്നു അത്രത്തോളം കൂടുതൽ എനിക്ക് ഫീഡ്ബാക്ക് തരാനായിട്ട് സാധിക്കും. അപ്പൊ അത് ശ്രീജയ്ക്ക് മോക്കിൽ വരുന്നതിന് മുന്നേ നമ്മുടെ ആ 5 hours റെക്കോർഡ് സെഷൻ എന്തൊക്കെയായിരുന്നു ശ്രീജയ്ക്ക് ആക്സസ് കിട്ടിയിട്ടുണ്ടായിരുന്ന വീഡിയോസ് ഏതൊക്കെയായിരുന്നു? സാറിന്റെ ആ 5 hour ഞാൻ മാക്സിമം 3 ദിവസത്തെ ക്ലാസ്. അതിലൊത്തിരി നമുക്ക് കാര്യങ്ങൾ കിട്ടും. കാരണം ഓരോ പിള്ളേർ ഇങ്ങനെ പറയണം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാവും, അയ്യോ നമ്മൾ അങ്ങനെ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റൈലിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നേ. അതല്ല വേറെ അതിന് ഇങ്ങനെയും പറയാം. അപ്പൊ അത് കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് നമുക്ക് ഓരോന്ന് കേൾക്കുമ്പോൾ അത് ഭയങ്കര ഹെൽപ്പ്. കാര്യം നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും സാറെ പക്ഷെ നമുക്ക് പറയാൻ കിട്ടില്ല. ഇന്റർവ്യൂവിന്റെ സമയത്ത് നമുക്ക് ചെയ്യണത് പോലെ പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ അതെനിക്ക് ഒത്തിരി ഉപകാരം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സാറിന്റെ മോക്കിന് വന്നപ്പോ അതാണ് ശരിക്കും എനിക്ക് മോക്കാണ് ഒന്നും കൂടെ. മോക്കിനെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ സാർ എങ്ങനെ ഇന്റർവ്യൂവറിനോട് സംസാരിക്കുന്നത് പോലെ തന്നെ നമ്മൾ സാർ അതുപോലെ ചോദിക്കുന്നു, നമ്മൾ ആൻസർ പറയുന്നു. അപ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നു, പകുതി പറയാൻ കിട്ടാറില്ല. പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് വന്നു ഈ 2 സംഭവങ്ങളും കണ്ടതോടുകൂടി. മറ്റേ ഞാൻ ചുമ്മാ ജസ്റ്റ് എനിക്കറിയാവുന്ന ഇത്രയും നാളത്തെ എന്റെ ഒറ്റിയിൽ വർക്ക് ചെയ്ത ആ ഒരു എന്താ വെച്ചാൽ ഞാൻ എന്തൊക്കെയോ പറയുന്നു, അവരെന്തൊക്കെയോ ചോദിക്കുന്നു, നമ്മൾ പറയുന്നു എന്നല്ലാതെ ഒന്നിനും ഒരു എന്താ പറയുന്ന ഒരു ഇതുണ്ടായിരുന്നില്ല സാർ. കൂടുതൽ അല്ലെ, ക്ലാരിറ്റി ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് കുറവായിരുന്നു. നമ്മൾ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു 2 ഇന്റർവ്യൂ കഴിഞ്ഞ് നമ്മുടെ ആ ഒരു വീഡിയോ സെഷൻസ് കണ്ടപ്പോൾ എനിക്ക് അയർലൻഡിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആക്സസ് തന്നിട്ടുണ്ടായിരുന്നു, മെറ്റീരിയൽസ് അയച്ചു തന്നു. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് എന്ത് തോന്നി, ഇങ്ങനെ ആയിരുന്നു ശ്രീജ ആൻസർ ചെയ്തുകൊണ്ടിരുന്നത് അതോ കണ്ടു കഴിഞ്ഞപ്പോൾ? ഒരിക്കലും അല്ല സാർ. സാർ അയച്ചു തന്നെ ആ മെറ്റീരിയൽ എനിക്ക് അത് ഒത്തിരി ഉപകാരമായി. കാര്യം പറഞ്ഞാൽ ഈ പേഷ്യന്റിന്റെ നമ്മളെപ്പോഴും ഇങ്ങനെ എന്തൊക്കെയോ വർക്ക് ചെയ്യുന്നു, അതിന്റെ കാര്യങ്ങൾ നമ്മളെപ്പോഴും ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെയല്ല. ശരിക്കും പേഷ്യന്റ് സേഫ്റ്റി തന്നെ നമ്മളൊരു 2-3 വട്ടം എടുത്ത് പറഞ്ഞാൽ തന്നെ അവർ ഇംപ്രസ്ഡ് ആയി. നമ്മളതൊന്നും ഓർക്കത്തില്ല. ആ ടോപ്പ് മോസ്റ്റ് കൺസേൺ നമുക്കൊന്ന് പറഞ്ഞാൽ തന്നെ അവരതില് അറിയാലോ. പിന്നെ പേഷ്യന്റിന്റെ ഡിഗ്നിറ്റി, എന്താ പറയുക, റെസ്പെക്ട്, അതൊക്കെ നമ്മൾ നോക്കുന്നു. അങ്ങനെ കുറച്ച് അവരുടെ വാക്കുകൾ നമ്മൾ ഡ്യൂട്ടിയിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഡോക്യുമെന്റേഷൻ, അത് പ്രധാനമായിട്ട് സാറ് പറഞ്ഞതാണ്. എനിക്കത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ശ്രീജ വിട്ടുപോകുന്ന ഒരു പോയിന്റ് അതല്ലേ നമ്മുടെ മോക്ക് നടത്തുമ്പോൾ ഡോക്യുമെന്റേഷൻ. പിന്നെ അവസാനമായപ്പോഴത്തേക്കും ശ്രീജ എത്തി ഡോക്യുമെന്റേഷൻ, എസ്കലേഷൻ, ഡോക്യുമെന്റേഷനും എസ്കലേഷൻ പോളിസി അതൊന്നും പറഞ്ഞു. അത് ശരിക്കും ഞാൻ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യനിലെല്ലാം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് നമ്മളിപ്പോ എന്താ പറയുക, സാറ് പറഞ്ഞത് എന്താ ഐ റിമെയിൻ എന്താ പറയണ റിമെയിൻ കാം ആൻഡ് ഫോക്കസ്ഡ്. അത് പറഞ്ഞാൽ തന്നെ നമ്മളൊന്ന് ഉത്തരം പറയുന്ന നമുക്ക് നമ്മളൊന്ന് ഓക്കെയാണ്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ സാർ എന്റെ അടുത്ത് പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അത് റീസ്റ്റേറ്റ് ചെയ്താൽ ഒന്നും കൂടെ ബെറ്റർ ആണ്. ആ ക്വസ്റ്റ്യൻ അപ്പൊ നമുക്കൊരു ഇച്ചിരി ടൈമും കിട്ടും, അതൊന്ന് തുടങ്ങാം. ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും, ചിന്തിക്കാനും പറ്റും കുറച്ച്.
ഒന്ന് ചിന്തിക്കാനുള്ള ടൈം കിട്ടും. അതെ. മറ്റേ ഞാൻ ചോദിച്ചപ്പോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആൻസറിലേക്കായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഉം. പിന്നെ ഈ സെഷനിൽ കയറിയത് എനിക്ക് കിട്ടിയത് അങ്ങനെ നമ്മൾ ആൻസർ പറയുന്നു, അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ആയിരുന്നു. പിന്നെ ഇല്ല, ഡോക്യുമെന്റേഷൻ അവിടെ വിട്ടുപോകും. പിന്നെ ഈ നീഡഡ് നമ്മുടെ ഇൻസിഡന്റ് റിപ്പോർട്ടിങ്, അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇൻസിഡന്റ് റിപ്പോർട്ടിങ് പക്ഷെ പറയാൻ വരില്ല, ഇതൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ പറയില്ലായിരുന്നു. അതുപോലെ തന്നെ വരും കൂടിയുണ്ട് സാർ എസ്കലേഷൻ പോളിസി. ഞാൻ എന്റെ സീനിയർ ലെവലിലേക്ക് ഞാൻ എസ്കലേറ്റ് ചെയ്യുന്നു ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ ഒരു വാക്ക് തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ്. എസ്കലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനൊരു അവർക്കൊരു ഭയങ്കര ഇംപ്രഷൻ. നമ്മൾ ആ വാക്കൊക്കെ ആ വാക്ക് വെച്ചിട്ട് ഒരു സെന്റൻസ് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. വെരി കോമൺലി യൂസ്ഡ് ആണ് അതൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ OT-യുടെ പോസ്റ്റ് ഓപ്പ് ഡീബ്രീഫിങ്ങിന്റെ സമയത്ത് ഞാൻ ഇതെല്ലാം ഒന്നും കൂടെ റിവ്യൂ ചെയ്യും എന്റെ ടീമിന്റെ കൂടെ. അത് ഒരു ഭയങ്കര പ്ലസ് ആണ് സാർ. അത് അവർക്ക് ഭയങ്കര, അത് പറയുമ്പോ തന്നെ പിന്നെ ക്വസ്റ്റ്യനുകൾ കുറയുവാണ് നമ്മളുടെ അടുത്ത്, ഒത്തിരി ചോദിക്കുന്നില്ല. അവർ ഏകദേശം ഓക്കെ ആയിരുന്നു ഈ പ്രാവശ്യം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഫർദർ ഒക്കറൻസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അതും കഴിഞ്ഞ് ലാസ്റ്റ് ദിസ് ഈസ് ദ വേ ഹൗ ഐ എന്താ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതുങ്ങളുടെ ഒന്നും. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനിലും എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒന്ന് നമ്മൾ ഒരു ഓർഗനൈസ് ചെയ്ത് പറയുവാണെങ്കിൽ ഉത്തരം കുറച്ച് കുഴപ്പമില്ലെങ്കിലും അതിനൊരു സ്റ്റാർട്ടിങ് ഫിനിഷിംഗ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതാക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സാർ, ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇല്ല. അതെനിക്ക് ഭയങ്കര ഒരു പ്ലസ് ആണ് ഇവിടെ കയറിയിട്ട് എനിക്കത് കിട്ടിയത്. കാരണം എനിക്ക് അറിയത്തില്ല, നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തവരോട് ചോദിക്കുമ്പോൾ അവർ ജസ്റ്റ് ആ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ക്വസ്റ്റ്യനുകൾ നമുക്ക് കിട്ടുമായിരുന്നു. ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻ നമുക്കിപ്പോ യൂട്യൂബിൽ തപ്പിയാൽ കിട്ടും എങ്ങനെയായാലും നമുക്ക്. പക്ഷെ അതിനൊരു ഫിനിഷിങ്ങോട് കൂടി ഒരു 1-2 ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ ഓക്കെയാണ്. ഓരോരുത്തരുടെയും വേ ഓഫ് പ്രസന്റേഷൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണല്ലോ. ഇപ്പം ശ്രീജ തന്നെ പറഞ്ഞു, ശ്രീജ 2 ഇന്റർവ്യൂവിന്റെ സമയത്ത് ഒന്നും തന്നെ ശ്രീജ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വന്നിട്ടില്ല. പക്ഷെ ശ്രീജയ്ക്ക് തന്നെ മനസ്സിലായി DL എക്സ്പയർ ആവും, ഇനി കൂടുതൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇന്റർവ്യൂ കിട്ടുന്നത് വളരെ കുറവാണ് അല്ലെ. അപ്പൊ 3ാമത്തെ ഇന്റർവ്യൂവിൽ എത്തിയപ്പോ ശ്രീജ ഒരു പ്രിപ്പയർനെസ് എടുത്തു എന്തായാലും അല്ലെ. തീർച്ചയായിട്ടും സാർ. കാരണം ആദ്യത്തെ ഞാൻ എത്ര ഇതായിട്ട് ഫസ്റ്റത്തെ പെട്ടെന്ന് DL കിട്ടി പെട്ടെന്ന് തന്നെ. അതായത് ഈ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് നമ്മളുടെ സെലക്ട് ചെയ്യും, പിന്നെ പെട്ടെന്ന് തന്നെ ഷോർട്ട് ലിസ്റ്റും ആവും. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ആയ ഓക്കെ കഴിഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, നമുക്കത് നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് അതിന്റെ കുറെ കുഞ്ഞു മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റുകളാണ്. പക്ഷെ നമ്മൾ എനിക്ക് ഏറ്റവും വിഷമം മാത്രമേ സാർ, നമ്മൾ ഈ ഡോക്യുമെന്റേഷൻ ഡെയിലി ചെയ്യുന്നതല്ലേ, ഡെയിലി ചിത്രത്തിൽ ഇരുന്ന് എഴുതുന്നതാണ്, പക്ഷെ അത് പറയുന്നില്ല, ഓർക്കത്തേ ഇല്ല. അപ്പൊ സാറ് പറഞ്ഞു ഈ പോയിന്റ് ഒരു 5-6 പോയിന്റ്, റീസ്റ്റേറ്റ്, ഡോക്യുമെന്റേഷൻ, എസ്കലേഷൻ, ഇൻസിഡന്റ് റിപ്പോർട്ടിങ്, ലാസ്റ്റത്തെ പോസ്റ്റ് ഓപ്പ് ഡീബ്രീഫ്, ഇത് തന്നെ ഞാൻ 2-3 വട്ടം പറഞ്ഞു പഠിച്ചിട്ട് ഞാൻ പോയി. പിന്നെ പുസ്തകങ്ങൾ നമുക്ക് എങ്ങനെയാലും ഉണ്ടാക്കി പറക്കി എന്തെങ്കിലും പറഞ്ഞു എത്തിക്കാലോ. അപ്പൊ സ്റ്റാർട്ടിങ് ഫിനിഷിംഗ് ഉണ്ടെങ്കിൽ തന്നെ അവർ ഓക്കെയാണ്. അതെ, ശ്രീജ നന്നായിട്ട്, ഞാൻ അതാ പറഞ്ഞു ശ്രീജ. ഇപ്പം നമ്മളിപ്പോ കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇപ്പൊ ഈ ശ്രീജയുടെ സെഷൻ. കാര്യം ഞാൻ പറഞ്ഞു, അയർലൻഡിന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മളിത് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഇപ്പോഴും വീണ്ടും നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും. ഇന്നും കൂടെ ഒരു വീഡിയോ ഇട്ടേ ഉള്ളൂ, പീഡിയാട്രിക്കിന്റെ ബാക്കിയുള്ള ഇന്റർവ്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് വരുമ്പോ ഓട്ടോമാറ്റിക് കൂടുതൽ നമ്മളെ മിഡിൽ ഈസ്റ്റിലുള്ള കുട്ടികൾ, നാട്ടിലുള്ള കുട്ടികളുണ്ട്. കാര്യം ശ്രീജ പറഞ്ഞാലേ DL കിട്ടിയിട്ടുള്ള മിഡിൽ ഈസ്റ്റിലൊക്കെ എക്സ്പീരിയൻസുകളും അല്ലെങ്കിൽ നാട്ടിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റഡ് ആവുന്നുണ്ട്. അവർക്ക് OET കാര്യങ്ങളെല്ലാം ഉണ്ട്, DL കയ്യിലുണ്ടെങ്കിൽ. അപ്പം എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഇന്റർവ്യൂ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ആദ്യം ചാടി കയറി പോണേ അല്ലേ. അപ്പൊ അത് നമ്മൾ അതെ. അപ്പം ശ്രീജ എനിക്ക് തോന്നുന്നു മേ ബി ലൈക്ക് ഫസ്റ്റ് വിചാരിച്ചാണ് നമുക്ക് ഈസി ആയിരിക്കും, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ജസ്റ്റ് DL കിട്ടി, കുറച്ച് ഒരു 2-3 ആഴ്ചക്കുള്ളിൽ കിട്ടി. അതായത് ഒരു 5 ദിവസം 4 ദിവസമൊക്കെ മുമ്പൊക്കെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ആക്കുള്ളൂ. അപ്പൊ ആദ്യത്തെ കഴിഞ്ഞപ്പോ മനസ്സിലായി എന്റെ അമ്മ ഇത് കയ്യിൽ നിൽക്കില്ല. രണ്ടാമത്തേന് ഞാൻ എന്തായാലും 2-3 മാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കിട്ടിയപ്പോ അത്യാവശ്യം നന്നായിട്ട് തന്നെ എന്റെ രീതിയിൽ പ്രിപ്പയർ ചെയ്തു. പക്ഷെ അതും ഫ്ലോപ്പ് ആയി പോയി. അത് കുഴപ്പമില്ല ശ്രീജ. പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു ലൈക്ക് ഇപ്പം ശ്രീജയ്ക്ക് അവിടെയാണല്ലോ മനസ്സിലായത് എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇപ്പം അതിന് വേണ്ടിയിട്ട് ശ്രീജ ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്തു. ഒന്ന് ആ വീഡിയോ സെഷൻ കാര്യങ്ങളെല്ലാം ശ്രീജ നന്നായിട്ട് കണ്ടു, പ്രിപ്പയർ ചെയ്തു. അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്യാത്ത ഒരാൾക്ക് ഒരിക്കലും വന്നിട്ട് മോക്ക് സെഷനിൽ ഇത്രയും ആൻസേഴ്സ് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു രീതിയിലും പ്രിപ്പയർ ചെയ്തില്ല, ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് അത്രയും ഇൻപുട്ട് തരാനായിട്ട് പറ്റില്ലായിരുന്നു ഇല്ലേ. ഇപ്പൊ എനിക്ക് അറിയാം ശ്രീജയുടെ ആൻസർ കേൾക്കുമ്പോൾ ശ്രീജ ട്രൈ ചെയ്യുന്നുണ്ട് നന്നായിട്ട് പറയാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പം ആൻസേഴ്സ് കേൾക്കുമ്പോൾ എനിക്കറിയാം എവിടെയാണ് നമ്മുടെ വീക്ക്നെസ് എന്നുള്ള കാര്യം, എവിടെയാണ് ശ്രീജയ്ക്ക് സ്ട്രെങ്ത് എന്നുള്ള കാര്യം ഓരോ ക്വസ്റ്റ്യൻസിൽ. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നിനും
ഫീഡ്ബാക്ക് തന്നു പോയത് ഇല്ലേ? ആ ഫീഡ്ബാക്ക് കിട്ടുമ്പോ ശരിക്കും അതിനു മുമ്പ് നമ്മൾ എന്താ വിചാരണ, ഓ നമ്മൾ പറയണ പെർഫെക്റ്റ് ഓക്കെ കഴിഞ്ഞു, എന്തായിരിക്കും നമ്മളെ അവരെടുക്കാത്ത, അതാണ് നമ്മുടെ ചിന്ത. എവിടെയാ തെറ്റിപ്പോയേ എന്ന് അതെ, നമ്മൾ അറിയുന്നില്ല. അറിയാത്തടത്തോളം കാലം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പറയണതാണ് കറക്റ്റ് എന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ ചിന്തിച്ചു നമുക്ക്. പോകും. അതെ. ഇപ്പൊ ഫീഡ്ബാക്സ് ഞാൻ ഓരോ മോക്ക് ഇന്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നപ്പോൾ ശ്രീജയ്ക്ക് എന്ത് തോന്നി? ആ ഒരു ഇന്റർവ്യൂ സെഷൻ നമ്മുടെ മോക്ക് കഴിഞ്ഞപ്പോൾ ശ്രീജയ്ക്ക് എന്ത് തോന്നി? ഇങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് മോക്ക് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമായിരുന്നു എനിക്ക് ഇന്റർവ്യൂ. അപ്പൊ അതുകൊണ്ട് അതെ എന്റെ മനസ്സിൽ സാറ് പറഞ്ഞ ഒരേ പോയി ഒത്തിരി നമ്മൾ ലാഗ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വിട്ടു മനസ്സിൽ നിന്ന് പോകും. അതെ അതെ ഇതാ പറഞ്ഞ അതുപോലെ തന്നെ എനിക്ക് പിറ്റേ ദിവസം പറയാൻ പറ്റി. ആ അതേ റൂമിൽ അതേ സ്പേസിലാണ് ഞാൻ ഇരുന്നത്. അപ്പൊ എനിക്ക് ഓർമ്മ വന്നു. ഇവര് ഉണ്ടായിരുന്നു. ചോദിച്ചപ്പോ പിന്നെ ഒരേ കാര്യങ്ങളാ. പിന്നെ ഞാൻ പോയിന്റ് ജസ്റ്റ് ഇങ്ങനെ ആ പോയിന്റ് മാത്രം എഴുതി വെച്ചു സാറേ. ആ, ഡോക്യുമെന്റേഷൻ, അതെ ഇൻസിഡന്റ് അങ്ങനത്തെ നമുക്ക് പെട്ടെന്ന് കിട്ടൂലോ. ഉം, സെന്റൻസ് നമുക്ക് എങ്ങനെയെങ്കിലും മേക്ക് ചെയ്യാം. അതെ പക്ഷെ ഈ പോയിന്റ് വിട്ടുപോയാൽ പോയില്ലോ, മറ്റത് അതെ നമുക്ക് കയ്യിൽ നിന്ന് ഇടാമല്ലോ. ഉറപ്പായിട്ടും അങ്ങനെ ഞാൻ അത് തന്നെ ഓർത്ത് വെച്ച് അത് ശരിക്കും എനിക്ക് ഗുണം ചെയ്തു. അതെ ആ പോയിന്റ്സ് പിന്നെ ഞാൻ രജിസ്ട്രേറ്റ് ചെയ്യാറുണ്ടായില്ല. ഡയറക്റ്റ് കയറുക, ആൻസറിലേക്ക് കയറുമായിരുന്നു. അതെ പക്ഷെ ഒന്ന് രജിസ്ട്രേറ്റ് ചെയ്ത് വരുമ്പോ പിന്നെ സ്പീഡിന്റെ കാര്യം ഞാൻ അവർക്ക് അവർക്ക് പകുതി കേൾക്കാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ ഉം, ഇതിനു മുമ്പ് പറഞ്ഞത് എന്തൊക്കെയോ പറയുന്നുണ്ട്, അങ്ങ് ഭയങ്കര സ്പീഡായിരുന്നു. അപ്പൊ ഉം. സാറ് പറഞ്ഞായിരുന്നു ഒന്ന് നിർത്തി ഇച്ചിരി ഒന്ന് പോസ് ചെയ്ത് പോകുമ്പോ നമുക്കും ഒരു കോൺഫിഡൻസ് വരും, ആ ടെൻഷൻ ഇച്ചിരി ഒന്ന് കുറയും. അത് അപ്പൊ തവണ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതെ അത്യാവശ്യം നമുക്ക് സംസാരിക്കാൻ പറ്റും. നോർമലി നമ്മുടെ സ്പീഡിൽ സംസാരിക്കുന്ന ആളാണെങ്കിൽ അതെ ഇംഗ്ലീഷിന്റെ ഇന്റർവ്യൂ ആണെങ്കിലും അങ്ങനെ തന്നെ അതങ്ങ് വരും. അതെ അതെ കുറെ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ പോയി കിട്ടുന്നുണ്ടായില്ല. കഴിയുമ്പോൾ അവർക്കും അത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. മെയിൻ ആയിട്ട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ശ്രീജയ്ക്ക് അഡ്വൈസ് കൊടുക്കാനുള്ളത്. ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അയർലൻഡിലേക്ക് DL-ഉം അല്ലെങ്കിൽ NMBA പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അവർക്ക് പ്രിപ്പറേഷൻ സൈഡിൽ ശ്രീജയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? ശ്രീജയുടെ മൂന്നാമത്തെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ. അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് നമ്മള് തന്നെ പ്രിപ്പയർ ചെയ്യാതിരിക്കുക. ഉം, കാരണം നമ്മളുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതൊക്കെ അപ്പുറം ചെയ്യാൻ ആർക്കും പറ്റും. പക്ഷെ അത് നമുക്ക് പറഞ്ഞ് ഒരാളെ ഫലിപ്പിച്ച് ഇരിക്കണം. അവർക്ക് നമ്മൾ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഉണ്ടെന്നോ അതൊന്നും ആ ഒരു 20-30 മിനിറ്റിനുള്ളിൽ സംഭവിക്കുന്നില്ല. അവർക്ക് നമ്മൾ പറഞ്ഞ് അറിയിക്കണം. നമ്മൾ പറയുക ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ. പക്ഷെ അങ്ങനെ ആരും പറയില്ല. അതെ അങ്ങനെ ശല്യ അങ്ങനെ ആരെങ്കിലും പറയൂ സാർ? നമ്മൾ ഒരിക്കലും ചിന്തിക്കും ഞാൻ അങ്ങനെ പറയണം. ഓ, നമ്മളിങ്ങനെ ഉള്ളിലെല്ലാം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയാ അറിയണേ? അറിയില്ല. ശരിക്കും നമ്മുടെ CV-ക്കകത്ത് കുറെ ഉണ്ടെങ്കിലും CV ഒക്കെ ആർക്കും അടിച്ചുണ്ടാക്കാൻ പറ്റാത്ത. പക്ഷെ അതെ നമ്മൾ പറയാനായിട്ട് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയത് ഇവിടെ കയറിയതിനു ശേഷമാണ്. ഒരുപാട് കാരണം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ അതെ എത്രയാന്ന് പറഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ടും വേണം. ഒപ്പം നമ്മുടെ ഒരു ഹാർഡ് വർക്ക് അതിനകത്ത് നന്നായിട്ട് പഠിക്കണം. കാണാതെ പഠിക്കരുത്. കാണാതെ പഠിച്ച് നമ്മളിങ്ങനെ ഒന്ന് നിന്ന് പോയാൽ പിന്നെ നമുക്ക് കിട്ടില്ല. ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ എഴുതിയെടുത്തിട്ട് അത് നമുക്ക് ഓർമ്മ വരുമ്പോൾ നമ്മുടെ സെന്റൻസ് നമ്മൾ മേക്ക് ചെയ്യുക. അതെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ നമ്മൾ എന്താ അതെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ക്വസ്റ്റൻ ആണ് എന്തായാലും ഉണ്ടാവുള്ളൂ. അപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ കാര്യങ്ങളും പിന്നെ അവർ ചോദിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. ഉം, എന്തുകൊണ്ട് അങ്ങനെ വന്നു, ആ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ. അതെ പിന്നെ HSC ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, അതൊരു കൂടുതലും കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്. പിന്നെ സ്റ്റാർ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് പറഞ്ഞാൽ ഒന്നുകൂടെ നന്നായിരിക്കും. പക്ഷെ നന്നായിരിക്കും. സ്റ്റാർ അവർക്ക് തോന്നരുത്. അതെ പക്ഷെ ആ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക അതിനകത്ത്. അതെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. എന്റെ ടാസ്ക് അതായിരുന്നു, ഞാൻ ഇന്നത് ഞാൻ ഡിഡ്, അതിന്റെ ആക്ഷൻ ഞാൻ പറയണം, ലാസ്റ്റ് എന്റെ റിസൾട്ട്. അങ്ങനെയൊന്നും ഇടയ്ക്കൊക്കെ ആ വാക്കൊന്ന് വന്നു എന്ന് ഓർത്ത് കുഴപ്പമില്ല. പക്ഷെ സ്റ്റാർ ആയിട്ട് അവർക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പ് കോമ്പിറ്റൻസി ഉണ്ടാവും. അതെ HSC-യുടെ ഇന്റർവ്യൂവിന് അതെ ഉറപ്പ് അവർ ചോദിക്കും. അതെ ആ ചോദിക്കുമ്പോൾ അവർക്ക് ജസ്റ്റ് പറഞ്ഞാൽ പോരാ, അവർക്ക് ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് ആൻസർ കേൾക്കണം. അവർ കേട്ടിട്ട് അവർ തന്നെ പറയും ഓക്കെ ഇനഫ്, അങ്ങനെ പറയൂ. അവര് പറയണ വരെ നമ്മൾ സാധാരണ എന്നാ ചെയ്യണേ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ആൻസർ പറഞ്ഞു നമുക്ക് ആകെ 2 സെന്റൻസ് കാണുള്ളൂ, ഒരു 5 3 സെക്കൻഡ് സെന്റൻസ്. ആൻസർ കഴിയും അല്ലേ? എന്തായാലും ഇപ്പൊ ആലോചിക്കും, ഇപ്പൊ ശ്രീജ നമുക്ക് തന്നെ നോക്കി, ഇപ്പം ഇത്രയും നമ്മള് സെഷൻ കാര്യങ്ങളെല്ലാം നടത്തി ഇന്റർവ്യൂ കഴിഞ്ഞു. ഇപ്പൊ എന്ത് ഭംഗിയായിട്ട് ശ്രീജ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നേ അല്ലേ? ഇതൊക്കെയാണ് പറയേണ്ടത്, അതൊക്കെയാണ് പറയേണ്ടത് അല്ലേ? സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ വലിയ ഒത്തിരി പ്രൗഡ് ഫീലിംഗ് ഒത്തിരി ആണ്. നമുക്ക് ഉം, ഒത്തിരി മാറ്റം വന്നു എനിക്ക്. ഞാൻ അതെ നേരത്തെ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അത് അതെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല, അതെ അതുകൊണ്ട് അത് കിട്ടിയിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാ ഇപ്പൊ തന്നെ എനിക്ക് ഫീഡ്ബാക്ക് അവരുടെ ഭാഗത്ത് തന്നെ വേണ്ട. എനിക്ക് മനസ്സിലായി എനിക്ക് എവിടെയാ തെറ്റ് എന്താണ് പറ്റിയാല് ഞാൻ എന്താ പറയാണ്ടിരുന്നേ. നമുക്ക് പിന്നെ നമ്മൾക്കൊരു വിചാരമുണ്ട്, അവരെന്തെങ്കിലും വിചാരിക്കുവോ, ഉം, ഒന്നോടെ എന്തെങ്കിലും ചോദിച്ചാൽ കുഴപ്പമുണ്ടോ. നമ്മൾ അതെ ഒരിക്കലും മലയാളികൾ അങ്ങനെ എടുത്ത് ചോദിക്കില്ല. ഇല്ല. പക്ഷെ അവർക്ക് അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. നമ്മുടെ കുറെ എന്തും തെറ്റുകളുണ്ട് നമുക്ക് മനസ്സിൽ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ചോദിക്കും. എനിക്കും തോന്നിയ കാര്യം, നമ്മൾ മോക്ക് നടത്തുന്ന സമയത്ത് എനിക്ക് തോന്നിയ കാര്യം, ഇപ്പം ശ്രീജ ആ വീഡിയോസ്, എനിക്ക് തോന്നുന്നു ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീജയ്ക്ക് ഒരു ഐഡിയ കിട്ടി കാണും.
ഇതാണ് പറയേണ്ടത്. കാര്യം അതിനകത്ത് തന്നെ ഞാൻ 5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 25 ക്വസ്റ്റ്യൻ ആണ് 5 മണിക്കൂറിൽ. അത് തന്നെ ഒരു ഒത്തിരി ഉണ്ട്. ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതെ എത്ര പ്രാവശ്യം പിന്നെയും പറയുന്നത്. അതെ ഒരേ ക്ലാസ് അടുത്ത ദിവസം വരുമ്പോൾ ചിലപ്പോൾ തലേ ദിവസത്തെ ആയിരിക്കും വീണ്ടും പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ഒത്തിരി അതെ ഒത്തിരി അപ്പൊ എഫേർട്സ് അത് എടുത്ത് അതാ ഞാൻ ചെയ്തൊരു പറഞ്ഞത് വീഡിയോ. ശ്രീജ. ഇപ്പൊ ശ്രീജ അതിന് അത്രയും ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് ഇരുന്നു ഒന്ന് അല്ലെ. അപ്പൊ അത് മുഴുവൻ കണ്ടു തീർക്കാനായിട്ടിരുന്നു. പല കുട്ടികളും ജസ്റ്റ് ഓക്കെ 5 മണിക്കൂറിന്റെ വീഡിയോ എന്റെ കയ്യിൽ ഉണ്ടല്ലോ, മെറ്റീരിയൽസ് എന്റെ കയ്യിൽ ഉണ്ടല്ലോ, ഇനിയിപ്പോ മോക്ക് ചുമ്മാ ഒന്ന് അറ്റൻഡ് ചെയ്യാം. അപ്പം ശ്രീജയ്ക്ക് തോന്നിയില്ല ആ സെഷൻസും മെറ്റീരിയൽസും റെഫർ ചെയ്തുകൊണ്ടാണ് ശ്രീജയ്ക്ക് നന്നായിട്ട് മോക്കില് പാർട്ടിസിപ്പേറ്റ് അതെ ചെയ്യാൻ അതെ നന്നായിട്ട്. അങ്ങനത്തെ കാര്യം ഒരുവിധപ്പെട്ട എല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട് അതില്. അതെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഇപ്പൊ നമുക്ക് എല്ലാം പേഷ്യന്റിന്റെ കെയർ തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ചില അതെ ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് അതിന് വ്യത്യാസം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാത്തിനും ഈ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ഈ പേഷ്യന്റ് സേഫ്റ്റി തന്നെയാണ് വരുന്നത്. അതെ എന്ത് ആൻസർ പറഞ്ഞാലും. പക്ഷെ നമ്മൾക്കത് വരില്ല സാറേ. നമ്മൾ ഒരിക്കലും അങ്ങനെ പേഷ്യന്റ് സേഫ്റ്റി പറയില്ല. പേഷ്യന്റിനെ കൊണ്ടില്ല. പേഷ്യന്റ് ഇല്ല നമ്മുടെ ഉത്തരത്തില്. അതെ എക്സാക്ട്ലി. അതാണ്. ഫസ്റ്റ് നമ്മൾ ചോദിച്ചപ്പോൾ മോക്ക് ചോദിച്ച സമയത്ത് ഞാൻ ശ്രീജയോട് ചോദിക്കും, ശ്രീജ ഇതിനകത്ത് പറയുന്ന പേഷ്യന്റ് എവിടെ പോയി ഇല്ലേ നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനകത്ത് ശ്രീജ ഓട്ടോമാറ്റിക്കലി പേഷ്യൻസിനെ കൊണ്ടുവന്നു, എസ്കലേഷൻ വന്നു, കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി വന്നു തുടങ്ങി പതിയെ ഓരോന്ന് കഴിഞ്ഞു വന്നപ്പോ ഇല്ലേ പിന്നെ എന്തായാലും. ഫീഡ്ബാക്ക് തന്നിട്ടാണെങ്കിലും സാറ് വീണ്ടും എന്നോട് തന്നെ ഇനി ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ആ ഞാൻ പറഞ്ഞു അപ്പൊ അതെ അതെ നമുക്ക് കുറച്ചും കൂടെ വരുന്നുണ്ട്. കുറച്ചുകൂടെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് തോന്നി കുറച്ച് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്താൽ ശരിക്കും നാളത്തെ ഇന്റർവ്യൂവിൽ പറയാൻ പറ്റുമായിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ അന്ന് വൈകിട്ട് പിന്നെ ഞാൻ നമ്മളാ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ, കാരണം ഇനി പുറയിലേക്ക് പോയാൽ ഒന്നും കിട്ടില്ല. ഫുള്ള് ഇത് കിളി പോയിരിക്കുവായിരുന്നു. അതൊക്കെ ഞാൻ വിട്ടു. അന്നത്തെ കാര്യങ്ങൾ മാത്രം ഒന്ന് നൈറ്റിൽ നോക്കി പിറ്റേ ദിവസം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. എത്ര പേർക്ക് അതെനിക്ക് കിട്ടുന്നതെങ്കിലും അറിയോ ശ്രീജയ്ക്ക്, അതോ കൂട്ടത്തില് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല സാർ, ഒരു ഐഡിയ ഇല്ല. നമുക്ക് അറിയില്ല. അല്ല, എനിക്ക് തോന്നുന്നു കോർക്കിൽ അന്ന് ശ്രീജയുടെ കൂടെ തന്നെ നമുക്കൊരു 4-5 കുട്ടികളുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു 4 പേർക്ക് അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പലരും പല രീതിയിലാണ് കേട്ടോ. പീഡിയാട്രിക്കിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ശ്രീജ OT ആയിരുന്നു. OT-യിൽ ശ്രീജ മാത്രമേ ഒറ്റ ആരെങ്കിലും ഇല്ലല്ല OT-യിൽ അതെ അല്ലേ? ശ്രീജ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം അതിൽ ശ്രീജയ്ക്ക് OT-യിൽ ശ്രീജയ്ക്ക് കിട്ടി. പിന്നെ പീഡിയാട്രിക്കിലുള്ള പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, നിയോനൈറ്റിലുള്ള കുട്ടികളുണ്ടായിരുന്നു, അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് അതല്ലേ? ഞാൻ പറഞ്ഞത്. ഇപ്പം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് സെല് ചെയ്ത് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞു ശ്രീജ അടുത്ത്, ശ്രീജയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല ഇല്ലേ എന്തായാലും. എനിക്ക് ഞാൻ അതിശയമായിരുന്നു സാർ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ. ഇത് അയ്യോ സെല്ല് ചെയ്യേ ഞാനോ എന്നെയോ എന്ത് എന്ത് ചെയ്യാനാ അല്ലേ. ആ, നമ്മൾ ചിന്തിക്കത്തില്ല. പക്ഷെ പിന്നെ എനിക്കൊരു വാശിയായി. ഇതെന്തായാലും ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയണേ? അറിയാം. ആരെങ്കിലും ശരിയാ സാർ മുതൽ തേർഡ് പാർട്ടി ഉണ്ടോ വന്ന് പറയാനായിട്ട്? അതെ നമ്മൾ തന്നെ പറയുക. സിവിയിൽ എഴുതി വെച്ചേക്കണോ ഇതിനകത്ത് നമ്മൾ പറയുക. ആ താങ്ക് യു. പറയണ നല്ലൊരു കോൺഫിഡൻസോട് കൂടി പറഞ്ഞാൽ തന്നെ അവർക്കൊരു കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് വേണം സാർ. നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉത്തരവൊന്നും ശരിക്കും അറിയാൻ പാടില്ലായിരിക്കും. അതൊന്നും വിഷയമില്ല. അതെ പക്ഷെ നന്നായിട്ട് പ്രസന്റ് ചെയ്ത ഒരു കോൺഫിഡൻസ് അവർക്ക് നമ്മൾ ശരിക്കും നമുക്ക് ടെൻഷനായി പോകും ഇന്റർവ്യൂല്. അതെ ഇവിടെ ഉറപ്പായിട്ടും. കിടന്ന് ഭയങ്കര ഒരു ടെൻഷൻ വരുമല്ലോ സ്വാഭാവികമായിട്ട്. ഇവരെ ഈ 3 പേരെ കാണുമ്പോ തന്നെ നമുക്ക് പോകും, റിലേ അതെ പോകും. 100% അതാ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ശ്രീജ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. കാര്യം നമ്മൾ കോൺഫിഡന്റ് ആണെങ്കിൽ അവരെന്ത് ചോദിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണ നമുക്ക് ഉണ്ടെങ്കിൽ ആര് വന്ന് നമ്മുടെ മുന്നിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ധൈര്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും എന്തായാലും. ഓക്കെ, അതാണ് മെയിൻ തിങ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ശ്രീജ പ്രിപ്പയർ ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു, നല്ല രീതിയിൽ മോക്ക് അറ്റൻഡ് ചെയ്തു, അതിനകത്തുള്ള ഫീഡ്ബാക്ക് എല്ലാം അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്ത് എടുത്തു മൊത്തത്തിൽ ഇല്ലേ. അതാണ് സംഭവം. അപ്പൊ അത് പിന്നെ എല്ലാം അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ വിശ്വാസം എല്ലാ കാര്യങ്ങളോടും കൊണ്ട് നെക്സ്റ്റ് ഡേ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം നടന്നു എന്തായാലും അല്ലേ. അപ്പം എന്തായാലും ഞാൻ സ്റ്റിൽ ഇപ്പോഴും എനിക്ക് അന്ന് ശ്രീജ അയച്ച മെസ്സേജിലാണ് ഞാൻ ഉള്ളത്. കാര്യം ആ ഒരു എക്സൈറ്റ്മെന്റും സംഭവവും കേൾക്കുമ്പോൾ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. ഓക്കെ, ഇനിയുള്ള നെക്സ്റ്റ് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് പറയാനേ പറ്റുന്നുണ്ടായില്ല. ഫുള്ള് വാക്കുകളൊന്നും ഇല്ല അതിനകത്ത്. അത്രയും നമുക്ക് സന്തോഷം വന്നിട്ട് എന്താ കിട്ടും. ഫാമിലി എല്ലാം ഹാപ്പിയാണോ? എല്ലാവരും ഹാപ്പി ആയോ? ഫാമിലി ഒക്കെ ഹസ്ബൻഡ് മക്കളെല്ലാവരും ഹാപ്പി. ഹാപ്പി ആയി. എന്തായാലും ജോയിൻ ചെയ്തതിൽ നമ്മുടെ അടുത്ത് പ്രിപ്പറേഷൻ നമ്മുടെ കോർഡിനേറ്റേഴ്സ് നമ്മുടെ ടീമും എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീജയ്ക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട്? സപ്പോർട്ടീവ് ആയിരുന്നു. രേഷ്മ ആയിരുന്നു ശ്രീജയുടെ കൂടെ. ആരായിരുന്നു ശ്രീജ? രേഷ്മ രേഷ്മയായിരുന്നു സാർ. രേഷ്മ ഞാൻ ആദ്യമേ രേഷ്മയുടെ അടുത്ത് പറഞ്ഞു, രേഷ്മ എനിക്ക് ഇതുപോലെ 2 ഇന്റർവ്യൂ പോയപ്പോഴത്തേക്ക് അപ്പോഴേ രേഷ്മ പറഞ്ഞു, അയ്യോ 2 കയ്യിൽ നിന്ന് പോയല്ലോ, ഇനിയുള്ളതെങ്കിലും കളയാതെ. ഈ മിഡിൽ ഈസ്റ്റ് ആയതുകൊണ്ട് ഇനി വരുമെന്ന് ആള് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. ഇനിയും കിട്ടും, അപ്പൊ ഇനിയുള്ളത് എങ്ങനെയായിരുന്നു ദൈവത്തെ ഓർത്ത് വിട്ട് കളയില്ല കേട്ടോ. ഓരോരുത്തർക്ക് 7 മാസമായിട്ട് ഇന്റർവ്യൂ ഒന്നും കിട്ടാതിരിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കിട്ടിയിട്ട് 2 കയ്യിൽ നിന്ന്. അപ്പൊ അങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോ നമുക്ക് അയ്യോ ശരിയാണല്ലോ, എന്തോ കാര്യമുണ്ട്, നമുക്കൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കാം എന്ന് തോന്നി സാർ. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് കയറുന്നത്. എനിക്ക് ഭയങ്കര
എന്താ പറയാ, ഇത് ഒരു സപ്പോർട്ട് ഇല്ലാതെ മുമ്പോട്ട് പോകില്ല എന്ന് എനിക്ക് അത്ര എനിക്ക് തോന്നിപ്പോയി. കാരണം ഞാൻ 2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇന്നലത്തെ പോലെ എന്റെ മനസ്സിലുണ്ട്. അതെ ഒന്ന് ഫെബ്രുവരിയിലും ഒന്ന് ജൂലൈയിലും ആയിരുന്നു അറ്റൻഡ് ചെയ്തത്. പക്ഷെ അതെന്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര കൂളായിട്ട് ഒക്കെ പോയി. അതിന്റെയൊക്കെ അറിയാനും ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു നമ്മൾ അതിനുശേഷം അതെ അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ എന്തായാലും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സംഭവം വന്നുകൊണ്ടാണല്ലോ ഇപ്പം ശ്രീജയ്ക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കണമെന്നും പ്രിപ്പയർ ചെയ്യണമെന്നും ഒക്കെ തോന്നിയതും അല്ലെ. പ്രിപ്പറേഷൻ അതെല്ലാം ഒരു 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 ഫാക്ടറാണ്. എല്ലാം അതിന്റെ നടക്കേണ്ട രീതിയിൽ നടക്കുക എന്നുള്ള സംഭവമാണ്. അതെ. അതിന് വേണ്ടിയിട്ട് ശ്രീജ ഹാർഡ് വർക്ക് ചെയ്തു. എനിക്ക് അതാണ് എല്ലായിടത്തും ഇപ്പൊ വീഡിയോ സെഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും പറയാനുള്ളത്, നമ്മുടെ ഹാർഡ് വർക്ക് ഇല്ലാതെ നമ്മുടെ കയ്യിൽ അതുണ്ട്. ഞാൻ MNC ക്ലാസ്സിന് ജോയിൻ ചെയ്തു, മോക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നമ്മൾ പഠിക്കണം. ഇല്ല നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സൈഡിൽ നിന്നും നമ്മൾ നോക്കണം സാർ, എല്ലാം നോക്കണം. പക്ഷെ ഏത് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചാലും ആ ആൻസർ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഈ സ്റ്റാർട്ടിങ് എൻഡിങ് കുറച്ച് കാര്യങ്ങൾ എല്ലാം ഇതിനകത്തങ്ങ് നിൽക്കണേ. എല്ലാ ഉത്തരത്തിനകത്തും ഇതങ്ങ് വെച്ചാൽ തന്നെ നമുക്കൊരു എന്താ പറയണ, അത് വെച്ച് നമുക്ക് പറയാൻ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ ഒറ്റയടിക്കത്ത് കിട്ടില്ല. നമുക്ക് ഈസി ആയിട്ട് തോന്നും. എസ്കലേഷൻ പോളിസി, റീകമെൻഡേഷൻ അതൊക്കെ നമുക്ക് തോന്നും അതൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ നമുക്ക്. പക്ഷെ നമുക്ക് വരില്ല. അവരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ നമുക്കത് കിട്ടില്ല. നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അത്. അത്രേ ഉള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷം ശ്രീജയ്ക്ക് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടിയതിലും. ഇനി ഇതിൽ നിൽക്കരുത്. ശ്രീജയെ സംബന്ധിച്ചുള്ള ഇത്രയും വാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പല പല നല്ല നല്ല റോളുകൾ, നല്ല കരിയർ പ്രോഗ്രഷനും ഒക്കെ ഉള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അവിടെ തന്നെ ക്ലിനിക്കൽ നഴ്സ് മാനേജർ ആയിട്ടുള്ള CNM റോൾസിലൊക്കെ കയറാനായിട്ട് സാധിക്കും. നമ്മൾ അതിന്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഒരുപാട് നമ്മുടെ അടുത്ത് നിന്ന് പ്ലാൻ ലൈക്ക് ഈ ഒരു രജിസ്റ്റർ നഴ്സ് ആയിട്ട് കയറി അവിടെ പോയി CNM റോൾസിലൊക്കെ കയറുന്ന കുറെ കുട്ടികളുണ്ട് കേട്ടോ. അയർലൻഡിലാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ആ NMBAയുടെ ആ ഒരു മെയിൻ പ്രിൻസിപ്പിൾസ് ശ്രീജടുത്ത് എനിക്ക് നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ NMBAയുടെ പ്രിൻസിപ്പിൾസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു തന്നത് അതെ, ഈ അയർലൻഡിന്റെ ഇന്റർവ്യൂ വരുമ്പോൾ NMBAയുടെ പ്രിൻസിപ്പിൾസിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും മിക്കവാറുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ആ മെയിൻ പില്ലേഴ്സ് നമ്മൾ കണക്ട് ചെയ്ത് നമ്മുടെ എല്ലാ ആൻസേഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു അവസാനം എത്തിയപ്പോഴത്തെ ശ്രീജയുടെ എല്ലാ ആൻസറിനകത്തും ആ NMBAയുടെ എല്ലാ പ്രിൻസിപ്പിൾസും ശ്രീജ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇല്ല, അത് വലിയൊരു കാര്യമാണ് എന്തായാലും. അപ്പം ശ്രീജയ്ക്ക് ഓവറോൾ നമ്മുടെ MNCയിലെ സർവീസസ് ആവട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ തന്നെ ശ്രീജ നമ്മളെ MNC റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ശ്രീജയ്ക്ക് എന്തായിരുന്നു ഒരു സർവീസ്? തീർച്ചയായിട്ടും സാറേ. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു OET ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. OET കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിചാരണം ഓക്കെ തീർന്നു, അതാണ് ഏറ്റവും വലുത്. അത് കഴിയുമ്പോഴും നമ്മൾ അറിയണം ഒന്നും അല്ലായിരുന്നു എന്ന്. പക്ഷെ ഇനി അങ്ങോട്ട് മുമ്പോട്ട് ഇതുപോലെ ആരെങ്കിലും OET കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും സാർ, ഉറപ്പായിട്ടും. കാര്യം നമുക്ക് അത്ര ഒരു എന്താ പറയണ, സാറ് പറഞ്ഞ താൻ പാതി ദൈവം പാതി. അവരുടെ നമുക്കൊരു സപ്പോർട്ട് ഇല്ലാതെ മുമ്പോട്ട് കിട്ടി ഇന്നത്തെ കാലത്ത് അയർലൻഡിൽ കിട്ടാൻ ഇച്ചിരി പാടാണ്. നേരത്തെ സാറ് പറഞ്ഞത് കിട്ടിയിട്ടുണ്ടായിരിക്കാം, അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ ഇപ്പൊ നമ്മള് ചുമ്മാ വെറുതെ നമുക്ക് കിട്ടുന്ന ഒരു അവസരങ്ങൾ കളയാതെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ട്രെയിനിങ് നമ്മൾ എടുത്തിട്ട് ശേഷം മാത്രം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒത്തിരി വ്യത്യാസമുണ്ട് അതിനകത്ത്. കാര്യം ഇപ്പൊ നമ്മൾ തന്നെ ഈ ഒരു പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞില്ല ശ്രീജിത്ത്, ഈ ഒരു പ്രിപ്പറേഷൻ സെഷനോ കാര്യങ്ങളോ NHS-ലാണെങ്കിലും അയർലൻഡിലാണെങ്കിലും ഇതിന്റെ ഒന്നും ആവശ്യം ഇല്ലായിരുന്നു ഒരു 2 വർഷം മുന്നേ വരെ. ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് കിട്ടും എന്തായാലും. ഞാൻ ഇന്റർവ്യൂ പാനൽസിലൊക്കെ ഇരിക്കുന്നു, ബാക്കിയുള്ള കുട്ടികളെ കാണുന്നു, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്റർവ്യൂ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം അറിഞ്ഞു വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റിയുള്ള വീഡിയോസ് ഇടാനായിട്ട് തുടങ്ങുന്നത്. പിന്നെയാണ് കുട്ടികൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങും നമ്മുടെ അടുത്ത്. ഓക്കെ, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിലോട്ട് പോകുന്നത്. ഈ ഒരു സംഭവം ഒരു പ്രിപ്പറേഷൻ പ്രോഗ്രാം ആയിട്ട് തുടങ്ങാം. നേരത്തെ നമ്മളിങ്ങനെ ഒന്നും കേട്ടിട്ടില്ല സാർ. ഇന്റർവ്യൂ പ്രിപ്പറേഷൻ സംഭവം കേട്ടിട്ടേ ഇല്ല. കാരണം ഡയറക്റ്റ് പിള്ളേർക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ UK-യിലുണ്ട്. അവര് പറയണത് നമ്മൾക്ക് പ്ലേസസ് ഒരു 5-6 പ്ലേസ്, നോട്ടിംഗ്ഹാം, ബിർമ, അങ്ങനത്തെ കുറെ സ്ഥലങ്ങൾ തന്നിട്ട് നിങ്ങളുടെ ചോയ്സ് ആണ് എവിടെ വേണോന്ന്. ആ ഒരു കാലം ഉണ്ടായിരുന്നു ഒരു 3-4 വർഷം മുമ്പ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു ഇന്റർവ്യൂ കിട്ടാൻ ഒരു 2-3 മാസം എടുക്കും മിനിമം ഒരു ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ. അപ്പൊ ആ കിട്ടുന്നത് നമ്മൾ ഒരിക്കലും കളയാതിരിക്കുക. അപ്പൊ നമ്മളുടെ മാത്രം ഇതുകൊണ്ട് കിട്ടില്ല ഇപ്പൊ, ഉറപ്പാണ്. അല്ലെങ്കിൽ നമുക്ക് അത്ര നമ്മൾ ഹൈലി ടാലന്റഡ് ആയിട്ടുള്ളവർക്ക് എനിക്കറിയില്ല അത്രയും പറയാൻ പറ്റുമെങ്കിൽ ഓക്കെ. അതല്ലാതെ നമുക്ക് ഒരുവിധം ഒക്കെ ഒന്ന് ഇതായിട്ട് പോകുന്ന ആൾക്കാർ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ ക്ലാസ്സോ ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒന്ന് പ്രിപ്പയർ ആയിട്ട് നമ്മളും അത്യാവശ്യം ഇച്ചിരി പഠിക്കണം. പഠിച്ചിട്ട് പോകും, എന്തായാലും കിട്ടും. നമ്മുടെ കുട്ടികളുടെ എല്ലായിടത്തും പറഞ്ഞു. ഇപ്പൊ ശ്രീജ പറഞ്ഞ പോലെ നമ്മുടെ റെക്കോർഡ് വീഡിയോസ് ഒരുപാട് യൂട്യൂബിൽ ഫ്രീ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കാണുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക അവരൊരു റിയാലിറ്റി. ഓക്കെ, ഇതാണ് ഇങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു ഐഡിയ കിട്ടുക. പിന്നെ ചില കുട്ടികളുടെ അടുത്ത് അവർക്ക് ചിലപ്പം ഇപ്പൊ പറഞ്ഞല്ലോ നന്നായിട്ട് സംസാരിക്കാൻ ശ്രീജ പറഞ്ഞ കഴിവുള്ളവരായിരിക്കും. അവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ ആ ഒരു റെക്കോർഡ് സെഷൻ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ അറ്റ്ലീസ്റ്റ് ഞാൻ എല്ലായിടത്തും റെക്കമെൻഡ് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ
റിഗ്രറ്റ് വരാതിരിക്കാനായിട്ടെങ്കിലും എന്ത് ചെയ്യുക, ഒരു സെഷൻ അറ്റ്ലീസ്റ്റ് റെക്കോർഡ് സെഷനിൽ എടുത്ത് എന്താണെന്ന് മനസ്സിലാക്കി കണ്ടിട്ട് പോവാ. അപ്പൊ നമ്മൾ ബ്ലണ്ടർ വിളിച്ച് പറയണ്ടല്ലോ എന്തായാലും, ഇല്ലേ? അതാണ് മെയിൻ. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ്, പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുക സ്വന്തമായിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കേട്ട് നോക്കുമ്പോൾ അതിനകത്ത് നമ്മൾ സംസാരിക്കുന്ന നമ്മൾക്ക് എന്തോരം തിരിച്ച് നമ്മൾ കേൾക്കുമ്പോ നമ്മളൊന്നും അല്ല, അത് നമുക്ക് ശരിക്കും മനസ്സിലാവും. അപ്പൊ പിന്നെ അവരെന്തോരം ഇംപ്രസ്ഡ് ആവും നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഫേസ് ടു ഫേസ് നമ്മുടെ എന്താ വിർച്വൽ ഇന്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും എഫേർട്ട് ഇടണം. കാര്യം നമ്മളെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് കിട്ടിയാൽ ഭയങ്കര എളുപ്പമാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ അതേസമയം റിമോട്ട് ഇന്റർവ്യൂ ആണെങ്കിൽ ഭയങ്കര ഹാർഡാണ്, മനസ്സിലായോ? കാര്യം ഒന്ന് സിഗ്നൽസിന്റെ പ്രശ്നങ്ങൾ വരാം, അവർ വിർച്വലി ആണ് നമ്മളെ കാണുന്നത്, നമ്മുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ അത്രയും രീതിയിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതൊരു വലിയൊരു ടാസ്ക് ആണ്. അപ്പൊ ആ ടാസ്കും കഴിഞ്ഞ് നമുക്ക് ഇന്റർവ്യൂ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു പിന്നെ അതിനനുസരിച്ച് 3 പേരുണ്ടാവും. ഇപ്പൊ ഒരാളുടെ ആക്സെന്റ് ഒന്ന് ലെവലായി വരുമ്പത്തേക്ക് അവരുടെ ക്വസ്റ്റ്യൻ തീർന്നു, അടുത്ത ആൾ ഇതേ കിടക്കുന്നു, ഒന്നും തിരിയത്തില്ല. അത് കഴിഞ്ഞ് ഒരു ലെവലാകുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ആള്, അയ്യോ ഈ 3 എണ്ണം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതെല്ലാത്തിനും ഇച്ചിരി ഒരു മൊത്തത്തിൽ ഇതാവും. മാക്സിമം പറയേണ്ട എല്ലാ കാര്യങ്ങളും ശ്രീജ അതിനകത്ത് ഇപ്പൊ പറഞ്ഞു കേട്ടോ. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമാണ് ശ്രീജ. കാര്യം ഇത്രയും നാളത്തെ അവിടുത്തെ അപ്പൊ ഇനിയൊരു ഇതാണ് ഒരു ലൈഫ് സ്റ്റൈൽ. മാക്സിമം ഇനിയിപ്പം പിള്ളേരെ എല്ലാവരെയായിട്ട് റീലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ വന്ന് തുടങ്ങിയപ്പം എല്ലാവരും ഹാപ്പിയാണോ? ഓ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ? കാര്യം പണ്ട് തൊട്ടേ ഉള്ള ഒരു ഡ്രീം ആയിരിക്കുമല്ലോ ഇങ്ങോട്ടേക്ക് മാറണം, അല്ലേ? അത് നല്ലൊരു കൺട്രി. മക്കളെയും ഹസ്ബൻഡിനെ ഒക്കെ പിരിഞ്ഞ് ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. അതെ, അപ്പൊ എങ്കിലും ഒന്നിച്ച് നിൽക്കാൻ ഞാൻ ശ്രമിച്ചാലേ ഒന്നിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ ഇത്രയും അവസരങ്ങളുണ്ട്. എന്തായാലും OET കാര്യങ്ങളും എഴുതി കിട്ടി, ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും. അപ്പൊ ഇനി അതിന്റെ ബാക്കിത്തെ കാര്യങ്ങളും ആയി. ഇനിയിപ്പോ ഒരു ഇന്റർവ്യൂ, അതിന് നമുക്കൊരു എന്താ പറയണ ഒരു സഹായം എവിടെന്നാ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെ ഇനി ഇന്റർവ്യൂ ഒന്ന് പാസ് ആവുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് സാറിന്റെ ഇത് കാണുന്നത്. അപ്പൊ അയർലൻഡിലുണ്ട്, എന്തായാലും ചോദിച്ചു നോക്കാം, എങ്ങനെ നമുക്ക് എന്തെങ്കിലും നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ അതിനകത്ത് എന്തെങ്കിലും കിട്ടും. അങ്ങനെ ചോദിച്ചാണ് രേഷ്മ വഴി ഞാൻ സാറിന്റെ കോണ്ടാക്ട് ചെയ്ത് അതിനകത്ത് എത്തി ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. അതെ, ഇപ്പൊ ഞാനും വന്ന് പറയാം നമുക്ക് ഇതേപോലെ ഇരിക്കണം ശ്രീജ ഒന്നും കൂടി, ഇല്ലേ? കാര്യം ലൈക്ക് ഒരു ഫീഡ്ബാക്കിലോട്ട് നിങ്ങളെ കൊണ്ടെത്തിക്കുക, അല്ലെ ഈ ഒരു സെഷൻ നമ്മൾ കൂടാനായിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്കൊരു പ്രൗഡ് ഫീലിംഗ് ആണ്. നമ്മുടെ MNCയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, നമ്മുടെ കോർഡിനേറ്റേഴ്സ്, നമ്മുടെ ഹോൾ ടീം, ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ടെക്നിക്കൽ ടീം ആവട്ടെ, നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് ആക്സസ് തരുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാരും ചോദിക്കും, ഓക്കെ ആ കാൻഡിഡേറ്റ് കിട്ടിയോ, മറ്റേ കുട്ടി കിട്ടിയോ? അപ്പൊ ഇവിടുത്തെ ഇവരെല്ലാരും അറിയുമല്ലേ നിങ്ങൾക്ക് ഇന്റർവ്യൂ കിട്ടി കഴിയും, മനസ്സിലാവും. അപ്പൊ എല്ലാവരും ഭയങ്കര അവർക്കൊരു പോസിറ്റീവ്നെസ് ആണ്. അപ്പൊ അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് വന്നില്ല നിങ്ങളുടെ ലൈഫിൽ എന്തായാലും, ഇല്ലേ? ഇപ്പൊ ശ്രീജ ചേഞ്ച് വന്നോന്നോ പറയാനില്ല. നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ലൈക്ക് ഇപ്പൊ ഇത്രയും ഇതായിട്ട് നിൽക്കുമ്പോ ഫാമിലിയായിട്ട് നമ്മൾ വിട്ട്, പിള്ളേരെ വിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അതിന്റെ ഒരു ഇത് നമുക്ക് കിട്ടി കഴിയുമ്പോൾ ആ റിസൾട്ട് കിട്ടിയില്ല, ഇനി അവരുമായിട്ട് കൂടാൻ പറ്റുക എന്നുള്ളത്, അതും അയർലൻഡ് പോലത്തെ നല്ലൊരു കൺട്രിയിൽ 10 ലക്ഷം എഴുതാൻ പോണു. മൂത്ത മോള് 10 ലക്ഷം എക്സാം എഴുതാൻ പോണു. അതൊക്കെ കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അവരെ അങ്ങ് കൊണ്ടുവരിക, അവിടെ നമുക്ക് ബാക്കിത്തെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ അതെല്ലാം നമ്മുടെ മനസ്സിൽ പ്ലാൻ ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് എത്തണം, അവിടെ അവരെ കൊണ്ടുവരണം, അത് മാത്രമേ അവള് മനസ്സിലുള്ളൂ. എന്ത് സ്ട്രഗിൾ ചെയ്യാനും തയ്യാറാണ് അതിന് വേണ്ടിയിട്ട്. ബുദ്ധിമുട്ടാണ്. ഫാമിലിനെ ശ്രീജ അടുപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രീജ ചെയ്ത ഈ കാര്യങ്ങൾ തന്നെയാണ് എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റുള്ളൂ ശ്രീജ, എന്തായാലും, ഇല്ലേ? അപ്പൊ നമുക്കൊരു അവസരം, ഒരു സർവീസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കുക, അത്രേ ഉള്ളൂ എന്തായാലും അതിനകത്ത്. അത് ശ്രീജ ചെയ്തു, പക്ഷെ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. അത് വലിയൊരു ഭയങ്കര ഹാറ്റ്സ് ഓഫ് ആണ്. കാര്യം നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് സക്സസ് കിട്ടുമ്പോഴാണ് നമുക്കും അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. കാര്യം ഞാൻ ഒരിക്കലും ഈ ഒരു സർവീസ്, ഈ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിന്യൂ ചെയ്യില്ലായിരുന്നു, നമുക്ക് ഇത്രയും റിസൾട്ട് കുട്ടികൾക്ക് കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ, മനസ്സിലായോ? പക്ഷെ കുട്ടികൾക്ക് ഇത്രയും പേർക്ക് റിസൾട്ടുകൾ കിട്ടി തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഒത്തിരി പറ്റും. നമുക്കത് പറഞ്ഞറിയാൻ പറ്റുന്നില്ല. എന്താ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. ചെറിയ ടിപ്പാണെങ്കിലും എന്താ പറയുക, വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മളത് പറഞ്ഞു വരുമ്പോ അവരുടെ ആ ഇന്റർവ്യൂവറിന്റെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം, നമ്മൾ 1-2 പ്രാവശ്യം ഫെയിൽ ആയവർക്കേ അത് മനസ്സിലാവും. ആദ്യമേ തന്നെ കിട്ടുന്നവർക്ക് അത് മനസ്സിലാവില്ല. ആദ്യമേ തന്നെ ഇന്റർവ്യൂ കിട്ടി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇപ്പൊ ഞാനാണെങ്കിൽ, ഞാനിപ്പോ നാട്ടിൽ വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഞാൻ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന വെച്ചോ, അപ്പൊ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ ഒരു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ പ്രോഗ്രാം ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ എനിക്ക് ഇതിനകത്തൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല ശ്രീജയ്ക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കും, അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ടീച്ചിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾക്കും, ഇത്രയും എക്സ്പീരിയൻസസ് സർവീസ് ഇതിനകത്തുള്ള ഒരാൾക്ക് മാത്രമേ ഇത് പറഞ്ഞു തരാനായിട്ട് സാധിക്കുള്ളൂ, മനസ്സിലായോ? അപ്പൊ അത് കേൾക്കുമ്പോഴാണ് നിങ്ങൾ ഇവിടുത്തെ ഒരാളായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പറ്റുക അവരുടെ അടുത്ത്, മനസ്സിലായോ? ഇപ്പൊ ശ്രീജ അവിടെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറയാം, പക്ഷെ അതല്ല അവർക്ക് കേൾക്കേണ്ടത്. നിങ്ങൾ ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് അവർക്ക് കേൾക്കേണ്ടത്.
അത് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുള്ളൂ. അത് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കണം നിങ്ങൾ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അത് കേട്ട് കഴിയുമ്പോഴാണ് അവർക്ക് ഓക്കെ ആവുക, അവർ ഹാപ്പി ആവുക. ഓക്കെ, ഇയാളെ നമ്മുടെ ടീമിൽ കൂട്ടാൻ പറ്റുന്ന ഒരാളാണ്, ബ്ലെൻഡ് ചെയ്ത് പോകും. കാര്യം ഇതാണ് അവർ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. മനസ്സിലായോ? അപ്പൊ ആ ഒരു വ്യത്യാസമാണ് എനിക്ക് ശ്രീജയിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. കാര്യം ശ്രീജയ്ക്ക് പ്രാക്ടിക്കൽ നോളജ് ശ്രീജയ്ക്ക് നന്നായിട്ടുണ്ട്, വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. പക്ഷെ അതിനെ എങ്ങനെ ഈ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലെങ്കിൽ അയർലൻഡ് ആവട്ടെ UK ആവട്ടെ ആ ഒരു രീതിയിൽ ആൻസറിനെ മോഡുലേറ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളിലേക്ക് പറഞ്ഞു തരേണ്ട മെയിൻ സംഭവം, എന്റെ കർത്തവ്യം എന്ന് പറയുന്നത്. ഓക്കെ. അത് നിങ്ങൾ ഈസി ആയിട്ട് അതിനെ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ ഇപ്പൊ കിട്ടിയ പോലെ നമ്മുടെ കയ്യിലിരിക്കും. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ. പിന്നെ അപ്പൊ 2 കാര്യം കൂടെ സാർ. 2 പോയിന്റ് കൂടെ ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. ആ, ഇവര് സ്റ്റാർട്ടിങ് നമ്മളോട് ജസ്റ്റ് നമ്മളെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ, അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല അത്. ആ, അപ്പൊ അതിനകത്ത് അവരുടെ ആ വിഷൻ, മിഷൻ, കോർ വാല്യൂസും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മുടെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോ പ്രിപ്പയർ ചെയ്യുമല്ലോ. ആ, പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരുടെ ആ സംഭവങ്ങളും കൂടെ ഒന്ന് നോക്കിയിട്ട് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്യുവാണെങ്കിൽ നല്ലത്. പ്രത്യേകിച്ച് അവർക്ക് വിഷൻ, മിഷൻ, വാല്യൂസിൽ നിന്ന് എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. അതെ, അതെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് എന്താ, അപ്പൊ അവർക്ക് ഓൾറെഡി അത് ആദ്യം ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ അവർ പകുതി ഓക്കെ ആയിരുന്നു. അതെ. പിന്നെ ലാസ്റ്റ് അവരൊരു ക്വസ്റ്റ്യൻ, നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തേനൊന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ത് ക്വസ്റ്റ്യൻ പോകും, നമുക്കും പ്രത്യേകിച്ചൊന്നും ഇല്ല, നമ്മളങ്ങനെ തീർന്നു, ഇന്റർവ്യൂ കഴിഞ്ഞല്ലോ. അതെ, നമ്മൾ ചോദിക്കണം. അപ്പൊ ഞാനിപ്പോ ചോദിച്ചത് ഇൻഡക്ഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ ന്യൂ സ്റ്റാഫിന് എന്തൊക്കെയാ. അപ്പൊ അവര് അതെ. ഫുൾ അഡാപ്റ്റേഷൻ തൊട്ട് അവിടെ എല്ലാം നിന്ന് അഡാപ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ 2 വർഷത്തെ കോൺട്രാക്റ്റും കഴിഞ്ഞ് പിന്നെ അങ്ങ് ഹയർ സ്റ്റഡീസിന്റെ കാര്യങ്ങൾ ഒരു 2-3 മിനിറ്റ് ഉണ്ടായിരുന്നു ഒന്ന് അവരുടെ ആലോചിച്ച് നോക്കി, സംസാരം. നമ്മളത് പറഞ്ഞു തന്നപ്പോ ശ്രീജ ആ കാര്യം ചോദിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ആ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ആണ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓരോന്നിനും ശ്രീജ ഓരോ ചെറിയ കാര്യത്തിലും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി കാണാതെ പഠിച്ചു വെച്ചു. അതെ, ഇൻഡക്ഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ ന്യൂ അപ്കമിങ് ആ, സ്റ്റാഫ്. നമുക്ക് ആ രീതിയിൽ അങ്ങ് ചോദിച്ചു. അപ്പൊ അവർക്ക് ഭയങ്കര ഹാപ്പിയായി അത് പറയാനായിട്ട്. അവരുടെ ഹോസ്പിറ്റലിനെ കുറിച്ചും അവർ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വന്ന ഇങ്ങനെ ഇന്ന കാര്യങ്ങളുണ്ട്, നിനക്ക് കരിയർ പ്രോഗ്രഷൻ എല്ലാം ഉണ്ടെന്ന് അവര് 2-3 മിനിറ്റിനുള്ളിൽ ഫുള്ള് പറഞ്ഞു. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. കാര്യങ്ങളെല്ലാം സി കഴിഞ്ഞു. യു സി യു ഇൻ CUH എന്നും പറഞ്ഞ് ഫിനിഷ് ചെയ്തു. അതെ, അതെ. അപ്പോഴേ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അപ്പോഴേ പ്രതീക്ഷ കിട്ടിയോ. ഉണ്ട്. അതാ. കാര്യം അവര് ഹാപ്പി. പിന്നെ ചില സമയത്ത് നമുക്ക് പറയാൻ സാധിക്കില്ല, അവർ ചിരിച്ചിരുന്നാലും ശ്രീജ പറഞ്ഞ പോലെ അവര് ചിരിക്കും, ഉണ്ട് സാർ, ചിരിക്കണം. ആ കത്തി വെക്കാനുള്ള ചിരി അത് നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് ചിരിക്കണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് പക്ഷെ ശ്രീജിക്ക് ആ എന്തായാലും പ്രതീക്ഷ ഇല്ലാതെ. എനിവേ, അതെ, എന്തായാലും ഫൈനലി അവരുടെ കോളും കൂടെ കിട്ടി, അല്ലെങ്കിൽ അവരുടെ ഇമെയിലും കൂടെ കിട്ടിയപ്പോൾ എന്തായാലും വിശ്വാസമായല്ലോ. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോ എന്തായാലും അവരുടെ പ്രോസസ്സ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഭംഗിയായിട്ടൊക്കെ നടക്കട്ടെ. ഓക്കെ. അപ്പം ഹോപ്പ്ഫുള്ളി ഈ ഇയർ ലാസ്റ്റ് അല്ലെങ്കിൽ ഇയർ ആദ്യമേ തന്നെ എന്തായാലും ലാൻഡിങ് കാര്യങ്ങളെല്ലാം തന്നെ നടക്കും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഫാമിലി ആയിട്ട് എത്രയും വേഗം തന്നെ ഒരുമിച്ച് ചേരുക കേട്ടോ. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും അറിയിക്കുക. ചേർന്ന് കഴിയുമ്പോഴും എത്തിക്കഴിയുമ്പോഴും ഒക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ, ഇത്രയും സമയം എടുത്ത്. എനിക്കൊന്ന് ഇനി പറയാനാണെങ്കിൽ നമ്മൾ കഥ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ആൾക്കാർ, സത്യം. അതെ, നമ്മളെ കുട്ടികൾ കേൾക്കേണ്ടതും പഠിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ എന്തായാലും ശ്രീജ പറഞ്ഞു. ആ ഒരു ഇൻസ്പിറേഷൻ ആണ് അവർക്ക് വേണ്ട ശ്രീജ മെയിൻ ആയിട്ട്. അപ്പൊ ഈ ഒരു ഇപ്പൊ ശ്രീജയ്ക്ക് തന്നെ നമ്മുടെ കൂട്ടത്തിൽ കൂടിക്കോ, എത്രയോ പേർക്ക് ശ്രീജയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വേണമെങ്കിൽ ഇല്ലേ, അത്രയും കോൺഫിഡന്റ് ആയില്ലേ ഇപ്പൊ ആൻസേഴ്സ് പറയുമ്പോ. അപ്പൊ അത് തീർച്ചയായിട്ടും. വലിയൊരു കാര്യമാണ് നമുക്കിപ്പോ. ഞാൻ എന്തായാലും എനിക്ക് എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതിന്റെ ഒന്നാമത്തെ കാര്യം ആർക്കും ഇപ്പൊ വയ്യ. ഒന്നാമത്തെ കാര്യം ഇതിന് അത്രയും എഫേർട്ട് എടുക്കാം. ആളുകൾ ഒരു ചെറിയ ഇത് വരുമ്പോഴത്തേക്കും പുറകോട്ട് മാറുവാണ്. മുന്നോട്ട് വരുന്നവനെ എപ്പോഴും വിജയമുള്ളൂ. അത് 100%. ഒരു ഇന്റർവ്യൂ കിട്ടി പോയില്ല, പിന്നെ അടുത്തതിലേക്ക് പ്രിപ്പയർ ആവും, നമ്മളെ കൊണ്ട് പറ്റുമോ, അങ്ങനെ ഒരു ചിന്തയാവും നമുക്ക്. പക്ഷെ അതെ, നമുക്ക് എവിടെ നിന്നും ഒരു സപ്പോർട്ട്, ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് വിജയം ഉറപ്പാണ്. അതെ. നമ്മൾ തന്നെ ശ്രമിക്കാണ്ട് തന്നെ ശ്രമിച്ചാൽ കിട്ടില്ല. കുറെ ആൾക്കാർ സാറ് കണ്ടിട്ടില്ലേ, OET ഒക്കെ തന്നെ ഇരുന്ന് യൂട്യൂബ് നോക്കി പഠിച്ച് കിട്ടുന്നവരും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടെന്ന് എഴുതി നോക്കി ഒത്തിരി വ്യത്യാസമുണ്ട്. അവരുടെ കുറെ ടിപ്സ്, ട്രിക്സ്, കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അത് ഒത്തിരി വ്യത്യാസമുണ്ട്. കാര്യം നമുക്ക് മറ്റുള്ളവർക്ക് അത് നിസ്സാരമായിട്ട് തോന്നുമെങ്കിൽ നമ്മളത് കയറി അപ്പൊ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പറയുമ്പോഴാണ് എന്താ പറയണേ, അത് അവിടെ ഒരു സക്സസ് ആവുന്നത്. എന്തായാലും ഒരു സപ്പോർട്ട് നമുക്ക് എപ്പോഴും ആവശ്യമായി. ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇപ്പൊ ഇത്രയും ഈ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സമയം ആയതുകൊണ്ട്. നേരത്തെ ഒക്കെ ചുമ്മാ ആളുകൾ നോക്കുമ്പോൾ കയറി പോകുന്ന ഇന്റർവ്യൂ ജസ്റ്റ് OET പാസ്സായ അവരെടുത്തോണ്ട് പോകുമായിരുന്നു. ഇപ്പൊ ആ സെക്ഷൻ ആ ലെവലും പോയി ഇപ്പൊ. അതുകൊണ്ട് പോയിട്ട് കരഞ്ഞു വിളിച്ചാൽ പോലും ഒരു വഴിയില്ല എന്തായാലും, അല്ലേ? വഴിയില്ല. അതെ, അതെ. എനിവേ, എന്തായാലും ഇപ്പൊ നമുക്ക് കാര്യങ്ങളെല്ലാം എന്തായാലും ഓക്കെ ആയി. ഓക്കെ. അപ്പൊ ഇനി എല്ലാം ഫീഡ്ബാക്കുകളുടെ കാര്യങ്ങളൊക്കെ അറിയിക്കുക ഉറപ്പായിട്ട്. നെക്സ്റ്റ് സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ, എല്ലാം പെട്ടെന്ന് തന്നെ നടക്കട്ടെ. എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാം തീർച്ചയായിട്ടും. ബെസ്റ്റ് വിഷസ് കേട്ടോ. പിന്നെ ഒരുപാട് സന്തോഷം സമയം ഇത്രയും കണ്ടെത്തി ശ്രീജയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞതില്. ഓക്കെ. ഞാൻ ഒരുപാട് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഇനിയും വരുന്ന കാര്യങ്ങൾ നോക്കുക.
നമ്മുടെ യൂട്യൂബിൽ ഉം. ഇതേപോലെ വരുന്ന സെഷൻസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും കേട്ടോ. ഓക്കെ, Okay. അപ്പൊ എന്തായാലും ഓക്കെ ഉറപ്പായിട്ടും സാർ, കോൺടാക്ട് ഇരിക്കുക കേട്ടോ, കോൺടാക്ട് ഇരിക്കുക. അതെ ഏതെങ്കിലും ഒരു ഫീഡ്ബാക്ക് സെക്ഷൻ റെഡിയാക്കിയതിന് സാറിന് എന്തായാലും ഒത്തിരി താങ്ക്സ് കേട്ടോ. ആ. താങ്ക് യു സോ മച്ച്. ഒരുപാട് എന്തായാലും presentation എല്ലാം അറിയിക്കാം കേട്ടോ. ഉറപ്പായിട്ടും ആയിക്കോട്ടെ സാർ. ഉറപ്പായിട്ടും കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ ശ്രീജ എന്തായാലും കേട്ടോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു. ബൈ ബൈ.